ഓക്കെ. നമ്മുടെ എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? ഓക്കെ ഓക്കെ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഈ പടം ഇഷ്ടപ്പെട്ട? ഓക്കെ. 10ാം ബാച്ചിലുള്ള എത്ര പേരുണ്ടോ ഒന്ന് പറയാമോ? 10ാം ബാച്ചുള്ളവർക്കാണ് ഇന്ന് ക്ലാസ്. ഓക്കെ. ആ ആ ആ. ഇന്ന് നമ്മളുടെ വിഷയം നമുക്ക് 10ാം ക്ലാസ്സിലെ 10ാം ബാച്ചിലെ നമ്മൾ ഇപ്പൊ എവിടെ നിന്ന് എത്തി? നമ്മള് നോട്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഏതായിരുന്നു? അല്ല, ഇന്നത്തെ ക്ലാസ് അല്ല, നമ്മളെ നോട്ട് എവിടം വരെ എത്തി? 10ാം ക്ലാസ്സുകാരുടെ 10ാം ബാച്ചുകാരുടെ ആണോ? പിന്നെ പ്രിയ ടീച്ചറെ കറക്റ്റ്. ഓക്കെ. ഇന്ന് നമ്മൾ വളരെ എന്താണ് ഓക്കെ, വളരെ ആഴമേറിയ ഒരു വിഷയമാണ് കേട്ടോ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എനിക്ക് ഒട്ടും യോഗ്യതയില്ലാത്തതും എന്നാൽ അതിനെക്കുറിച്ച് ലേശം അറിയാവുന്നതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ എനിക്ക് പങ്കില്ല. എന്തെങ്കിലും കഴിവ് പിടികിട്ടിയോ പറഞ്ഞു? അതായത് ഇപ്പോൾ 10ാം ബാച്ചിന്റെ 9ാം ബാച്ചുകാർക്കോ 11ാം ബാച്ചുകാർക്കോ 12ാം ബാച്ചുകാർക്കോ ഒരു പക്ഷെ അറിയണമെന്നില്ല. പക്ഷെ 10ാം ബാച്ചുകാർ മാത്രമായിട്ടുള്ള ക്ലാസ്സാണ്. പ്രപഞ്ചവും കോസ്മിക് തലവും എന്ന് പറയുന്ന പ്രപഞ്ചവും കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പ്രകൃതിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം സഹജ ജ്ഞാന തലമാണ്. ഓക്കെ.
ഓക്കെ, തുടങ്ങട്ടെ. ഞാൻ വളരെ വളരെ പണിപെട്ട് എന്താണ് സൃഷ്ടിച്ചെടുത്തൊരു ചിത്രമാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് സഹജ ജ്ഞാനതലത്തെ കുറിച്ചാണ്. സഹജ ജ്ഞാനതലത്തെ കുറിച്ച് പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ നമ്മുടെ ഈ കോഴ്സിലുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു തലം ഉണരണമെങ്കിൽ അത് ഏറ്റവും വലിയ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ചിത്രം എന്തിനാണ് തയ്യാറാക്കിയെന്ന് വെച്ചാൽ, ഈ മേലിൽ കാണുന്ന, ഈ മുകളിൽ കാണുന്ന കോൺഷ്യസ് മൈൻഡ്, ബോധതലം, ഈ ബോധതലത്തിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ശരീര നിയന്ത്രണ തലമാണ്. നമ്മൾ പഠിച്ചാണ്, 10ാമത്തെ ബാച്ചുകാർ പഠിച്ചാണ്. ഞാനിത് പറയുമ്പോൾ 10ാമത്തെ ബാച്ചുകാർക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പറയുമ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കല്ല. നമ്മൾ സഹജജ്ഞാന തലത്തിൽ പോവുകയാണ്. അതായത് ബോധ തലം എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രധാനമായിട്ടും വരുന്നത് 5 തലങ്ങളാണ്. 5 അല്ല ഉള്ളത്. നമുക്ക് അറിയാൻ പറ്റുന്നതും എനിക്ക് പറയാൻ പറ്റുന്ന 5 തലങ്ങൾ പറയുന്നേ ഉള്ളൂ. 5 അല്ല, 5000 അല്ല കേട്ടോ. അതുകൊണ്ട് 5 വിചാരിക്കരുത്. അതിലൊന്നാണ് ശരീര നിയന്ത്രണ തലം. ശരീര നിയന്ത്രണ തലം അറിയാലോ, ആ നോട്ട് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്മൃതി തലം. നെക്സ്റ്റ് ക്രിയാശക്തി തലം. എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ അതിർവരമ്പുകളും പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ക്രിയാശക്തി തലം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ 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 കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആവാന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഓക്കെ, ഉറപ്പായിട്ടും എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സൗഖ്യതലം. 5ാമത്താണ് സഹജജ്ഞാനതലം. സബ് കോൺഷ്യസ് മൈൻഡിൽ എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് സിമ്പിളായി പറഞ്ഞുതരാൻ പറ്റുന്ന, ഇതിലൊന്നിലും ഞാൻ ഉറപ്പ് ഞാൻ പറയുന്നു, സോറി, ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തലങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു യോഗ്യനും അല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 5ാമത്തെ ലെവലാണ് സഹജജ്ഞാനതലം. 6ാമത്തെ ലെവല്, സോറി, തേർഡ് കോസ്മിക് ലെവല്. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സിനെ 3ആയിട്ട് തിരിക്കാം. മനസ്സിനെ നമ്മൾ 10x മൈൻഡ് പവർ 3ആയിട്ട് തിരിക്കുന്നു. ഒന്ന് കോസ്മിക് ലെവല്, രണ്ടാമത്തത് സബ് കോൺഷ്യസ് മൈൻഡ്, മൂന്നാമത്തത് കോൺഷ്യസ് മൈൻഡ്. തിരിച്ചും പറയാം, ഏത് വഴിക്ക് വേണമെങ്കിലും പറയാം. ഇതനുസരിച്ചാണ് നമ്മളുടെ ഈ കളർ കോർഡിനേഷൻ നോക്കണേ കേട്ടോ. റേക്കിയോ
അല്ലെങ്കിൽ ചക്രാസ് ഒക്കെ പഠിച്ചുള്ള ആൾക്കാരുടെ കളർ കോർഡിനേഷൻ ഒന്ന് നോക്കിക്കൊള്ളണം. വളരെ സ്ലോ ആണെന്ന് തോന്നും കേട്ടോ ഇന്നത്തെ ക്ലാസ്. പക്ഷേ സഹജ ജ്ഞാനതലത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഇന്നലെ വരെയുള്ള ജീവിതത്തിലെ ഈ പറയുന്ന സൗഖ്യതലം, ക്രിയാശക്തി തലം, സ്മൃതിതലം, ശരീര നിയന്ത്രണ തലം ഇതിനകത്തൂടെ കടന്നു വന്ന് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന മനുഷ്യന് മാത്രമേ സഹജജ്ഞാനതലം ഓപ്പൺ ആവുള്ളൂ. അത് ആരാണോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആരാണോ സഹജജ്ഞാനതലം ഓപ്പൺ ആക്കാൻ പറ്റുന്നത് അവർ ഈ പറയുന്ന സൗഖ്യതലം ജീവിതത്തിൽ കേട്ടില്ല. അതായത് ഈ സഹജജ്ഞാനതലം ഓപ്പൺ ആവണമെങ്കിൽ സൗഖ്യതലം, ക്രിയാശക്തി തലം, സ്മൃതിതലം, ശരീര നിയന്ത്രണ തലം കഴിഞ്ഞ് മനുഷ്യന്റെ ഇന്നിപ്പോ നമ്മൾ ഈ ക്ലാസ് കേൾക്കാനിരിക്കുന്ന നമ്മുടെ ബോധതലത്തിലാണ്. നമ്മളെല്ലാവരും കോൺഷ്യസ് മൈൻഡിനകത്താണ് നിൽക്കുന്നത്. ആ കോൺഷ്യസ് മൈൻഡ് വരെ എത്താനുള്ള ഒരു റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ സഹജജ്ഞാനതലം യഥാർത്ഥത്തിൽ ഓപ്പൺ ആവുള്ളൂ. കണക്റ്റ് ആയോ? ഓക്കെ. ഇത് കുറച്ചൊന്ന് ഡിലേ ആക്കി പറയുന്നതിന്റെ കാരണം ഇതെത്തി ചിന്തിച്ച് മനസ്സിലാക്കണം. കാരണം ഇത് മനസ്സിന്റെ തലത്തെ എനിക്ക് ഒരു മനസ്സിനെ എങ്ങനെ നിർമ്മിക്കാം. ഇത് ചാറ്റ് GPT അല്ല കേട്ടോ, പണിയെടുത്ത് ചെയ്തതാണ്. ഞാൻ വേറെ നമ്മളെ വിഷ്ണു രാംദാസ് ചെയ്തെന്ന ചിത്രമാണിത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ 10x മൈൻഡ് പവറിന്റെ 10ാമത്തെ ബാച്ചിന്റെ ക്ലാസ് ആണെന്ന്. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ക്ലാസ്സുകൾ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പൊ സഹജജ്ഞാനതലം എന്ന് പറയുന്നത് നമ്മളുടെ ജ്ഞാനത്തിന്റെ, അറിവിന്റെ കേന്ദ്രം. നമ്മളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ അനുഭവിച്ചിട്ടുള്ള, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്നലെ വരെ അനുഭവിച്ചതിന്റെ ആ അറിവിന്റെ അകത്തുനിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഏരിയ ആണ് ഈ സഹജജ്ഞാനതലം എന്ന് പറയുന്നത്. എന്നാലൊട്ട് ഈ സഹജജ്ഞാനത്തിന്റെ കഴിവ് എത്രമാത്രം ഉള്ളതാണോ, ഓരോരുത്തരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ഓരോരുത്തരും, ഞാനും അല്ലെങ്കിൽ നമ്മളെ ഉള്ള മെഡിറ്റേഷൻ വിവിധ രീതിയിലുള്ള ഒരുപാട് മാർഗങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. രാവിലെ എണീച്ച് മോർണിംഗിൽ ചെയ്യുന്നുണ്ട്, ഈവനിങ്ങിൽ മീൻസ് നൈറ്റിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സഹജജ്ഞാനതലത്തിൽ വരുന്ന അറിവ് ബോധതലത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഈ ബോധതലത്തിൽ മനസ്സിലാക്കുന്ന ഒരു സമയം വരുമ്പോൾ മാത്രമേ നമുക്ക് സഹജജ്ഞാനതലത്തിന്റെ അറിവ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മളുടെ ഈ 5 സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗത്തൂടെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളുടെ ചിന്തയെ എത്തിക്കാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ ഉറപ്പ് പറയുന്നു. മീൻസ് അതായത് ഞാൻ അതിന് യോഗ്യനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. എന്നാലും ഈ ഒരു നമ്മള്
മെഡിറ്റേഷൻ ചെയ്യും, നമ്മളെ ജീവിതത്തിൽ എന്തിനാ ചെയ്യും. പക്ഷേ സബ് കോൺഷ്യസ് നമ്മളെ 10ാം ക്ലാസ്സുകാരടുത്താണ്. കാരണം 10ാം ബാച്ചുകാർക്ക് മാത്രമാണ് അത് കൂടുതൽ മനസ്സിലാക്കുക. 9ാം ക്ലാസ്സുകാർക്കും 9ാം ബാച്ചുകാർക്കും 8ാം ബാച്ചുകാർക്കും കൂടുതൽ അറിയാം. എന്നാലും ഇതേപോലൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ മനസ്സിനെ 3ആയിട്ട് തിരിക്കുന്നു. എത്രയായിട്ടാണ്? 3ആയിട്ട് തിരിക്കുന്നു. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, 2 സബ് കോൺഷ്യസ് മൈൻഡ്, 3 കോസ്മിക് മൈൻഡ്. ഇങ്ങനെ 3ആയിട്ട് തിരിക്കും. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ നമ്മളെ പ്രപഞ്ചതലമായിട്ടുള്ള കോസ്മിക് മൈൻഡ്. ഒന്ന് മൈൻഡിലിട്ടോ. ഓക്കെ, ഇതൊരു മെഡിറ്റേഷൻ ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ കോസ്മിക് മൈൻഡ്, പ്രപഞ്ചവുമായി ഉള്ള ഒരു മൈൻഡ് നമുക്കുണ്ട്. ഓക്കെ, കോസ്മിക് മൈൻഡിനെ നമ്മൾ ഒന്നായിട്ടും കോൺഷ്യസ് മൈൻഡിനെ ഒന്നായിട്ടും വായിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ 5ആയിട്ട് വായിക്കുന്നു. അതായത് റെഡിൽ തുടങ്ങി വയലറ്റ്, റെയിൻബോ കളർ മൈൻഡ് വിചാരിച്ചാൽ മതി. റെയിൻബോ കളർ എന്ന് പറഞ്ഞാൽ 7 കളർ നമ്മളെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ തിയറി മനസ്സിലാവും. കണക്റ്റ് ആയോ? കണക്റ്റ് ആവുന്നവരെ ഇതേപോലെ ലൈക്കൊക്കെ തരണം കേട്ടോ, എന്നാലും എനിക്ക് പറയാൻ പറ്റൂ. വളരെ സിമ്പിളായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ അവസ്ഥയാണ്. ഇപ്പോൾ അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നതിനെയാണ് കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നത്. കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് കേട്ടില്ല ടീച്ചറെ? കോൺഷ്യസ് ഞാൻ കോസ്മിക് ആക്കി അല്ലേ? കേട്ടില്ല? കേൾക്കാൻ വയ്യ ടീച്ചറെ? സോറി കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അല്ലല്ല, ഈ കോൺഷ്യസും കോസ്മിക്കും എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ട്, തിരിഞ്ഞുപോയാണ്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ജീവിക്കുന്നതാണ് കോൺഷ്യസ് മൈൻഡ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അറിയാം, ശരീര നിയന്ത്രണ തലം, സ്മൃതിതലം, ക്രിയാശക്തിതലം, സൗഖ്യതലം, സഹജ ജ്ഞാനതലം. ഈ 5 ലെവലാണ് വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. നെക്സ്റ്റ് മൈൻഡിന്റെ 3ാമത്തെ തലമാണ് കോസ്മിക് തലം, അല്ലെങ്കിൽ കോസ്മിക് ലെവൽ, അല്ലെങ്കിൽ പ്രപഞ്ച തലം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ സഹജ ജ്ഞാനതലത്തെ കുറിച്ചാണ്.
എന്തായാലും എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതാണല്ലോ. ഒന്ന് റിലാക്സ് ചെയ്ത് കേൾക്കാം. ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ ചോദിക്കൂ. സാറേ, ഇതില് സാറ് സബ് ലെവലില് 6 ലെവൽ എന്ന് പറഞ്ഞു. 5 ലെവൽ 5 ലെവൽ 5 ലെവൽ 5 ലെവൽ എന്ന് പറയുന്നത് സ്ക്രീൻ ഒന്ന് സൂം ഔട്ട് ചെയ്യോ? മാഷ് ഏത് ബാച്ചുള്ളതാ? ഓക്കെ 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 ഓക്കെ. അപ്പോ ഈ പറയുന്ന ലെവൽസ്, അതായത് നമ്മുടെ ക്രിയാശക്തി തലം ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പാർട്ടാണ്. കേട്ടില്ല. ഈ ക്രിയാശക്തി തലം എന്നൊക്കെ പറയുന്നത് ക്യാമറ ഓൺ ആക്കോ? സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ക്രിയാശക്തി തലം എന്ന് പറയുന്നത്, ഹലോ, കേക്കാം. ഈ ക്രിയാശക്തി തലം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പാർട്ടാണ്. അതാണ് കൺഫ്യൂഷൻ. മറ്റേ മൈൻഡ്. ഞാൻ 10ാം ബാച്ചുകാർക്ക് നോട്ട് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചേ. നോട്ട് നമ്മൾ ശ്രദ്ധിച്ചു കാണൂല. ആയിരിക്കാം. ജസ്റ്റ് ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അല്ല, ഇത് പഠിച്ചു പോണം. ഈ ഏരിയ ഒന്ന് അറിഞ്ഞു പോണം. നല്ലതാ. ഇത് പഠിച്ചു പോണം. നല്ലതാ. ഒന്ന് ജസ്റ്റ് നോക്കിയേ ആ ചിത്രത്തിലേക്ക്. ഇതല്ല കേട്ടോ മനസ്സിന്റെ ഘടന. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പഠിച്ച ബുക്കുകളിൽ നിന്നൊക്കെ എടുത്ത് മോട്ടിച്ചെടുത്ത് പറഞ്ഞ ഒരു സാധനം മാത്രമാണ്. മൈൻഡിനെ 3ആയിട്ട് തിരിക്കാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. മൈൻഡിനെ 3ആയിട്ട് തിരിക്കാം. ഇത് പഠിച്ചാൽ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു. നമ്മളൊരു വാഹനം ഓട്ടിക്കണമെന്ന് വിചാരിക്കുക. ആ വാഹനം ഓട്ടിക്കണമെങ്കിൽ ആ വാഹനം ഓട്ടിക്കാൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ എന്തൊക്കെ പഠിക്കണം? അതിൻ്റെ സ്റ്റിയറിങ്, ക്ലച്ച്, ഗിയർ, ബ്രേക്ക്, ആക്സിലേറ്റർ, ഇതെല്ലാം പഠിക്കണം. അതിനോടൊപ്പം അത് ഫസ്റ്റ് ഇട്ടാണോ ആദ്യം എടുക്കേണ്ടത്, അതായത് തേർഡ് ഇട്ടാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ സെക്കൻഡ് ഇട്ടാണോ എടുക്കേണ്ടത്, ഇതെല്ലാം ഏതിലാ വരുന്നത്? ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതിലാണ്. ഈ പ്രവർത്തനങ്ങളെ പഠിക്കുന്നതിനാണ് ഈ 5 സബ് കോൺഷ്യസ് മൈൻഡിന്റെ 5 ഭാഗങ്ങളും, അതുപോലെ കോൺഷ്യസ് മൈൻഡും, അതുപോലെ തന്നെ കോസ്മിക് ലെവലും. ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുക കഴിയും. അതിലൊന്നാണ് ശരീര നിയന്ത്രണ തലം. ശരീര നിയന്ത്രണ തലം ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. എന്നാലും ഞാൻ ഒരിക്കൽ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി പോവാം. ഈ റെഡ് കണ്ടോ? ഈ റെഡ് കാണാമോ? എന്റെ മൗസ് പോയിന്റ് കാണാമോ? ഇതിനെ ഒന്നായിട്ട് എടുക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഞാൻ വിവരിക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചോ. മനസ്സിനെ ഒന്ന് പഠിക്കണ്ടേ. ഇതൊന്ന്, ഈ കാണുന്ന ഇത് കേട്ടില്ല? കേൾക്കുന്നില്ല? ഓക്കെ. അതായത് കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ളതും, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ള മൈൻഡുകളാണ്. പ്രപഞ്ചമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിനെ പ്രപഞ്ചവുമായി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ലെവലാണ് കോസ്മിക് ലെവൽ.
നമ്മളുടെ ബോഡിയുമായിട്ട്, നമ്മുടെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് കോൺഷ്യസ് മൈൻഡ്. പിടികിട്ടിയ? ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന 5 തലങ്ങളാണ് നേരത്തെ പറഞ്ഞ ശരീര നിയന്ത്രണ തലം, സ്മൃതിതലം, ക്രിയാശക്തിതലം, സൗഖ്യതലം, സഹജജ്ഞാനതലം. പിടികിട്ടിയോ? സാറേ ഇതിന്റെ ഒരു ഫോട്ടോ ഇടണേ. അതില്ല. അതല്ല, ഇത് നമ്മളിത് മനസ്സിലാക്കണം. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, എന്താണ് സഹജ ജ്ഞാന തലം? ഈ സഹജജ്ഞാന തലത്തെ കുറിച്ച് നമുക്കിപ്പോ 9:34 നമുക്കൊരു 10:30 വരെ നമുക്ക് സംസാരിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് സഹജജ്ഞാന തലത്തെ കുറിച്ച് ഞാൻ 100% ഞാൻ പറയുന്നു, സഹജജ്ഞാന തലത്തെ കുറിച്ച് പറയാനുള്ള യോഗ്യത എനിക്കില്ല. എന്റെ അറിവ് മാത്രം പറയുന്നേ ഉള്ളൂ. ആരെങ്കിലും ഇതിനകത്ത് സഹജജ്ഞാന തലത്തിനുള്ള യോഗ്യത ഉള്ളവർ ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്തോളുക. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ എല്ലാ തലങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ബാക്കിയുള്ള മൈക്ക് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ സംശയങ്ങൾ. ഓക്കെ, അതായത് ഈ എല്ലാ തലങ്ങളും നമ്മളുടെ ബ്രെയിനിലേക്ക്, നമ്മളുടെ മനുഷ്യന്റെ ബ്രെയിനിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധത്തിലേക്ക്, കോൺഷ്യസിലേക്ക് എത്തി. അതിന് മെഡിറ്റേഷനും വേണ്ട, ഒന്നും വേണ്ട, ശ്രദ്ധ മാത്രം മതി. എന്നാൽ മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഏരിയയാണ്. നമ്മളുടെ സഹജ ജ്ഞാന തലത്തിനകത്താണ് നമ്മൾ ഈ പറയുന്ന ഇൻഡ്യൂഷൻ, ഉൾവിളി എന്ന് പറയുന്ന ഒരു ഏരിയ കിടക്കുന്നത്. നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോൾ, എന്തെങ്കിലും സംഭവിച്ചു എന്ന് നിങ്ങളെ തലച്ചോറിനെ അറിയിക്കുന്നതും ഈ സഹജ ജ്ഞാന തലമാണ്. മഴ പെയ്യുന്നതിന് മുന്നേ, മഴക്കോള് വരുന്നതിന് മുന്നേ തന്നെ മഴക്കോളിന്റെ സിംറ്റംസ് നമ്മളെ തലച്ചോറ് മനസ്സിലാക്കിയിട്ട് കുടമെടുക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഈ സഹജ ജ്ഞാന തലമാണ്. ഇന്ന് നീ അങ്ങോട്ട് പോണ്ട, ഇന്ന് പോയാൽ ശരിയാവൂല എന്ന് പറയുന്നതും ഈ സഹജ ജ്ഞാന തലമാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ശുദ്ധമായ നിർദ്ദേശം നമുക്ക് തരുന്നത് സഹജ ജ്ഞാന തലമാണ്. കണക്ട് ആവുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ട് മാഷ്. ഫാൻ ഓഫ് ആക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഡോറ് പൂട്ടുമ്പോൾ ഫാൻ ഓഫ് ആക്കിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതും സഹജ ജ്ഞാന തലമാണ്. അത്രമാത്രം അടുത്ത്, മനുഷ്യനോട് അത്രമാത്രം ലയിച്ച് നിലനിർത്തുന്ന തലമാണ് സഹജജ്ഞാന തലം. പക്ഷേ സഹജജ്ഞാന തലത്തെ
നമ്മൾ എത്രമാത്രം മൈൻഡ് ചെയ്യുന്നോ, എത്രമാത്രം ശ്രദ്ധിക്കുന്നോ, അതിനനുസരിച്ച് സഹജജ്ഞാന തലത്തിന്റെ സഹജജ്ഞാനത്തിന്റെ ഇൻഫർമേഷൻ കൂടും. ശ്രദ്ധിക്കാതെ വന്നാൽ, അതായത് സഹജജ്ഞാനം പറയാണ്, നീ എന്ത് ചെയ്യണ്ട. ഉദാഹരണം, ഇപ്പൊ ഇതേ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഡോറ് പൂട്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ അടുത്ത് പറയാണ് ലൈറ്റ് ഓഫ് ചെയ്തില്ല എന്ന് നമ്മളോട് പറയണം. നമുക്ക് തിരിച്ച് ചാവിയിട്ട് ആ ഡോറ് തുറന്ന് ആ ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കിയാൽ മതി. പക്ഷെ അതിന് മടിച്ചിട്ട് നമ്മൾ എന്തു പറയും? ആരെങ്കിലും മൈക്ക് മീട്ടിയാണെങ്കിൽ മീട്ടണേ, ഇല്ലെങ്കിൽ നിങ്ങൾ പറയണോ? ഓക്കെ, ശ്രദ്ധിക്കണേ. അല്ല, അതിന്റെ എക്കോ കയറി വരുന്നത് അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചിരിക്കൂ. നിങ്ങൾ കേട്ടാൽ മാത്രം പോരല്ലോ, നിങ്ങൾക്ക് ആ മൈക്കിലും ഈ രണ്ട് കാര്യത്തിൽ മാത്രം നോക്കിയാൽ പോരെ. മൈക്കിലും ക്യാമറയിലും മാത്രം നോക്കിയാൽ പോരെ. അത്രയും ശ്രദ്ധ വേണ്ടേ നിങ്ങൾക്ക്? ഓരോരുത്തർ പേര് വിളിച്ചു പറയണോ? സഹജ ജ്ഞാനതലം ഇത് ഉണർത്താൻ നമുക്ക് ഈസിയായി പറ്റും. അതാണ് ഞാൻ നമ്മളെ 10x മൈൻഡ് പവർ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ ടീച്ചറെ, ഒരു കുഴപ്പമില്ല. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ കിടന്ന് ജോലി ചെയ്യല്ലേ, ഈ സമയം ഇത്ര കിടന്ന് ജോലി ചെയ്യല്ലേ. നമ്മൾ അങ്ങോട്ട് സൂം ചെയ്യുന്നു, ഇങ്ങോട്ട് സൂം ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ആ മൈക്കും അതും കൂടെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മൈക്ക് ശ്രദ്ധിക്കണ്ടേ? എല്ലാ ദിവസവും കിടന്ന് പറയല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒരു ഇതുമില്ല. ഓക്കെ 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 ഓക്കെ, അല്ല വേറെ ഇതൊന്നുമില്ല. ഓക്കെ, ചോദിക്കൂ ടീച്ചറെ. ഒന്നുകൂടെ ചോദിക്കാമോ? പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു സെക്കൻഡ്, ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ടീച്ചർ ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് പോയെന്ന് തോന്നുന്നു. നമ്മള് ഒരു കാര്യം, എന്തെങ്കിലും ആരോടെങ്കിലും പറയുന്നെങ്കിൽ എന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞുള്ള സ്നേഹം കൊണ്ടാണ് പറയണത് കേട്ടോ. ആരും ആ പറഞ്ഞെന്നും പറഞ്ഞ് പുറത്തൊന്നും ഇറങ്ങി പൊക്കളല്ലേ, ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. പറഞ്ഞു ടീച്ചറെ. ഡെവലപ്പ് ആവില്ലെന്നല്ല, തലച്ചോറിന് കൺഫ്യൂഷൻ ആവും. മനസ്സിലായില്ലേ? തലച്ചോറ്, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. രാവിലെ 4 മണിക്ക് എണീക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ കിടക്കണം. നമ്മളെ മനസ്സിലോട് നമ്മൾ പറയണം, രാവിലെ ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് രാവിലെ 4 മണിക്ക് എണീക്കണം എന്ന് പറയണം. നമ്മൾ കിടന്നുറങ്ങി, കോൺഷ്യസ് മൈൻഡ് ഉറങ്ങി. സഹജജ്ഞാന തലത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത്. നീ എണീക്കൂ. ആ എണീക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ആ സമയത്തെ തണുപ്പും ഒരു സുഖവും ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഔട്ട് ചെയ്താൽ, മീൻസ് അതിനെ നിഷേധിച്ചാൽ തലച്ചോറിന് കൺഫ്യൂഷൻ ആവും. പിന്നെ അതായത് സകലജ്ഞാന തലത്തിന് പിന്നെ കൺഫ്യൂഷൻ ആവും. കാരണം ഇവന്റെ ഇന്നലത്തെ ആവശ്യമല്ലല്ലോ ഇന്ന് രാവിലെ പറയുന്നത് എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരില്ല. മനസ്സിലായോ ടീച്ചറെ? ഏത് പ്ലാനും, ഞാനിത് പറയുന്നത് 10ാം ക്ലാസ്സുകാർക്ക്, 10ാം ബാച്ചുകാരടുത്താണ്. 10ാം ബാച്ചുകാർക്ക് നോട്ട് തന്നിട്ടുള്ള കാര്യമാണ്. അത് വായിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവൂ. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയി അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. എന്നാലും എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റൂ. അത് വായിച്ച് നോക്കില്ല,
അല്ലെങ്കിൽ അത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാന്ന് പറഞ്ഞാൽ ഞാനിത് പറയണത് ആ നോട്ടും കൂടെ ഒന്ന് നോക്കുമ്പോൾ പിടികിട്ടും. ചോദ്യങ്ങൾ വേണം, സംശയങ്ങൾ വേണം. ആച്ചി എന്നാ പേര് എഴുതിയേക്കണം ടീച്ചറെ. ചോദ്യം നല്ലതാണ്, എന്നാലും ഞാൻ പറയാണ്, അത് കൂടുതൽ ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്താൽ മനസ്സിലാവും. അതായത് നമ്മളുടെ ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് പോകാൻ താല്പര്യമില്ല. ഓക്കെ, എനിക്കൊരു സ്ഥലത്ത് പോകാൻ താല്പര്യമില്ല. എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് വന്ന് എന്നെ വിളിക്കുകയാണ്, നീ ഒന്ന് വാ. എനിക്ക് താല്പര്യമില്ലാത്ത സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്നും എൻ്റെ കൂട്ടുകാരന്റെ ആവശ്യത്തിനാണ് ഞാൻ പോകുന്നതെന്നും എന്നുള്ള ബോധം നമ്മുടെ ബ്രെയിൻ ഉണ്ടായാൽ സഹജജ്ഞാനതലം ഓപ്പണായി തുടങ്ങുന്നതിന് അർത്ഥം. അതേസമയം നമ്മൾ പോകാൻ താല്പര്യമില്ലാത്ത സ്ഥലത്ത് നമ്മളെ കൂട്ടുകാരൻ വന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എനിക്കവിടെ ഭയങ്കര ഇഷ്ടമല്ലേ, ഇങ്ങനെ പറയുന്ന, അതായത് വിത്ത് സെക്കൻഡിൽ സ്വഭാവം മാറുന്ന ഒരാളിനും സഹജജ്ഞാനതലം ഓപ്പൺ ആവില്ല. കിട്ടിയോ? അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഒരു സെക്കൻഡ്. ചെറിയ സജഷൻ പറഞ്ഞോട്ടെ. ആ വീഡിയോ ഫ്രണ്ട് ഇരുന്ന് സംസാരിക്കുന്നതിനൊപ്പം ഇന്ററാക്ഷൻ കൊടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വരണോ? സാധാരണ എടുക്കുന്നവരെ അത്ര കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വരാം 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 വരാം. റെക്കോർഡിങ്ങിൽ വീഡിയോ മാത്രമേ ഉള്ളൂ, ഇതിന് മാത്രമേ സ്ക്രീൻഷോട്ട് ഉള്ളൂ. അതല്ല, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനത് ഇങ്ങനെ കണക്ട് ചെയ്തേ. മാറ്റാം. രണ്ടും ഒരുമിച്ചിരുന്നാ മതിയോ? ഇന്ററാക്ഷൻ കൊടുത്തത് ഓക്കെ, കിട്ടിയോ? കാണാമോ? ഹലോ, കാണാമോ? ശരിക്കും നേരത്തെ വിഷ്ണുവാണ് നെറ്റ് കണക്ട് ചെയ്തിരുന്നത്. റൂമിലെ കണക്ഷൻ ആയിരുന്നു. ക്യാമറ ഓൺ ആക്കിയോടുകൂടി നെറ്റ് കട്ടായി. ഓക്കെ, കേട്ടില്ല. ഓ, എനിക്കിപ്പം ഒരു സ്ഥലത്ത് പോവാൻ ഇഷ്ടമല്ല. അപ്പം ആ സ്ഥലത്തേക്ക് പോവാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് വിളിക്കും. അപ്പം ഞാനൊരു എൻ്റെ ആ മൈൻഡ് മാറ്റി ഞാൻ അവൻ്റെ കൂടെ പോകും. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മള് സഹജജ്ഞാന സ്ഥലം വർക്കാവില്ല, അങ്ങനെയാണ് പറയുന്നത്. അല്ലല്ല, ആ ഷിഫ്റ്റിംഗ് തലച്ചോറിന്റെ അടുത്ത് പറയണം. അതായത് എനിക്ക് പോവാൻ ഇഷ്ടമല്ല, എൻ്റെ കൂട്ടുകാരൻ വിളിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പോകുന്നത് എന്ന ബോധ്യം വേണം. സാധാരണ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അമ്മയുടെ കെട്ടുതാലി മോട്ടിച്ച് കൊണ്ടുവന്ന് കാമുകിക്ക് കൊടുത്തിട്ട് നമ്മൾ പറയൂലേ, ഇതിനേക്കാൾ അമ്മയുടെ കെട്ടുതാലി മോഷ്ടിച്ച്, ഒരു കൊച്ചുദാഹരണം പറഞ്ഞ, അമ്മയുടെ കെട്ടുതാലി മോഷ്ടിച്ച് മൊബൈൽ മേടിച്ച് കാമുകി കൊടുത്തിട്ട് പറയില്ലേ, ഇതിനേക്കാൾ എത്രയോ മൊബൈൽ മേടിച്ച് തരാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് പറയൂലേ. ഈ ധാരണയും അതല്ല, ഇതെന്റെ നിനക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ കെട്ടുതാലി മോട്ടിച്ചാണ് നിനക്കൊരു മൊബൈൽ മേടിച്ച് തന്നെന്ന് പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലായ സനീഷ് സാറേ? ഇത്ര ഡിഫറൻറ്റേ ഉള്ളൂ. ഇവിടെ സഹജജ്ഞാനതലം ഓപ്പൺ ആവുള്ളൂ. നമ്മള് റിസ്ക് എടുത്തത് എന്താണോ അത് നമ്മളോട് തന്നെ സമ്മതിക്കലാണ് സഹജജ്ഞാനതലം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരും. പക്ഷെ അല്ലാത്ത സമയം നമ്മളുടെ തലച്ചോറിനറിയാം
എന്താണ്, അമ്മച്ചി കിടന്നുറങ്ങിയപ്പോൾ, ഞാനൊരു ഉദാഹരണമാണേ, ആർക്കും ബോറ് പോന്നരുത്. ഏത് ശരി, നമ്മളെല്ലാവരും ഈ രീതിയിലൂടെയൊക്കെ വന്ന ആൾക്കാരായിട്ട് പറയണേ, മനസ്സിലല്ലേ? അമ്മച്ചി കിടന്നുറങ്ങിയപ്പോ പതിയെ ചെന്ന് ആ ആ താലി പൊട്ടിച്ച് അതിൽ നിന്ന് എന്താണ് ആ താലി എടുത്തുകൊണ്ട് പോയി പണയം വെച്ച്. അപ്പൊ നമ്മളെ തലച്ചോറ് ഇഷ്ടപ്പെടുകയാണ്. ആരെയാണ്? നമ്മളെ കാമുകിയെ. മനസ്സിലല്ലേ? ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്നുടനെ പറയാണ്, ഇതൊക്കെ എന്ത്, നിനക്കിനി വേറെ ഇവിടുത്തെ ഏറ്റവും വലിയ കൂടിയ കാറ് വേണമെങ്കിൽ ഞാൻ മേടിച്ച് തരാം എന്ന് പറയുമ്പോൾ തലച്ചോറ് കൺഫ്യൂഷൻ ആവും. എടാ, മൊബൈല് മേടിച്ചത് തന്നെ അമ്മയുടെ താലി മേടിച്ചിട്ടാണ്, ഇനി കാറും കൂടെ അവർക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് കൺഫ്യൂഷൻ ആയി പോകും തലച്ചോറ്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ശൈലി പറയുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല ഇതിന് യെസ് യെസ്, സത്യസന്ധത എന്നൊരു അർത്ഥമില്ല. എന്താണോ നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ആവണം. അതായത് ഞാൻ ഒരു കള്ളത്തരം ചെയ്തിട്ട് ഞാൻ ന്യായീകരിക്കും. അടുത്താണ്, ഞാൻ ഒരു കള്ളത്തരം ചെയ്തു, എന്നെ എല്ലാവരും പിടിച്ച സമയത്ത് ഞാൻ പറയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ന്യായീകരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്റെ ഗതികേട് കൊണ്ട് എന്ന് സ്വന്തം മനസ്സിനോട് പറയണം. അല്ലാതെ പിന്നെ അത് ആവർത്തിച്ച് നമ്മൾ ചെയ്തൊക്കെ ശരിയാണെന്ന് പറഞ്ഞു പോകുന്നതാണ് സഹജ ജ്ഞാനതലം ഔട്ടാവുന്ന. പിടികിട്ടിയോ? തെറ്റ് ശരിയെന്നില്ല, നമ്മൾ തെറ്റാണ് ചെയ്തത്, ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് മനസ്സിലാക്കലാണ് സഹജ ജ്ഞാനതലം നമ്മളെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരുപക്ഷെ നമ്മൾ സത്യസന്ധനായ ഒരാളിന് മാത്രം കിട്ടണമെന്നുള്ള സാധനമല്ല സഹജജ്ഞാനം. കാരണം നമ്മളുടെ തീരുമാനം എങ്ങോട്ട് ഷിഫ്റ്റ് ആയെന്ന് നമ്മൾ ആ സമയം തിരിച്ചറിയാൻ പറ്റണം. പലപ്പോഴും നമുക്ക് അങ്ങനെയല്ല സംഭവിക്കുക. അങ്ങനെ വരെയാണെങ്കിൽ നമ്മളുടെ തലച്ചോറില് ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിലെ, ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, ഞാൻ വ്യഭിചരിക്കാൻ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു അറിവും, ഞാൻ എൻ്റെ സുഹൃത്തിന്റെ കൂടെ ചൂണ്ടയിടാൻ പോയപ്പോൾ കിട്ടിയ ഒരു അറിവും ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് തരുന്നതാണ് സഹജജ്ഞാനതലം. ആ രണ്ട് സ്ഥലത്തുനിന്ന് ഒരു അറിവ് തന്ന് മൂന്നാമൊരു അറിവ് ക്രിയേറ്റ് ചെയ്യും നമ്മളെ. രണ്ട് തലമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത്രയും ഞാൻ ഇത് പറഞ്ഞതാ. ഞാൻ വ്യഭിചരിക്കാൻ പോയ സ്ഥലത്തുനിന്ന് ഒരറിവ്, ഞാൻ കൂട്ടുകാരോടെ ചൂണ്ടയിടാൻ പോയപ്പോൾ കിട്ടിയ ഒരറിവും ഒരിക്കലും കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. 10ാം ബാച്ചുകാരുടെ നോട്ട് വായിച്ച് സഹജജ്ഞാനതലം നോട്ട് വായിച്ചവരുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും ഞാൻ ഈ പറഞ്ഞ സാധനം മനസ്സിലാവൂല. ഇല്ലെങ്കിൽ പോയി വായിച്ചിട്ട് വരണം. ഇത് പരസ്പരം കൂട്ടിമുട്ടും. അതായത് ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാൻ സാധ്യതയില്ലാത്ത രണ്ടറിവുകൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ നമ്മളുടെ മുന്നിൽ വരുന്ന സാഹചര്യമോ കൂട്ടിമുട്ടാൻ ഇടയാകുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻഡ്യൂഷൻ, ഉൾവിളി. അതാണ് സഹജജ്ഞാനതലം. യുറേക്ക, അത് തന്നെയാണ്. പിടികിട്ടിയ? അലൻ തോമസ് ദേഷ്യം വന്ന് ഇങ്ങനെയാണ് കഴിക്കുന്നത്. കേട്ടില്ല? വ്യത്യസ്തമായ രണ്ട് അനുഭവങ്ങൾ അല്ലെങ്കിൽ രണ്ട് ദിശയിൽ നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് വരുന്നതായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മുടെ 3 സുഹൃത്തുക്കളെ ചിന്തിക്കുക. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സുഹൃത്ത്. ഓക്കെ, 3 സുഹൃത്താണ്. കുട്ടിക്കാലത്തുള്ള സുഹൃത്ത്, എൻ്റെ കൗമാര പ്രായത്തിലുള്ള ഒരു സുഹൃത്ത്, ഞാനിപ്പോ യൗവനത്തിലെത്തി.
ഈ രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടിമുട്ടിക്കാൻ മറ്റൊരു സുഹൃത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും? ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല. ന്യൂറോൺസിന്റെ ഘടനയാണ് ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷനാണ് സഹജ ജ്ഞാനതലം. ഇവര് തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ബാല്യകാലത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ കൂട്ടുകൂടിയിട്ടുണ്ട്. എൻ്റെ കൗമാരത്തിൽ ഞാൻ മറ്റൊരു കൂട്ടുകാരനായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ യൗവനത്തിൽ നിൽക്കുകയാണ്. യൗവനത്തിൽ ഒരാള് ഇവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? ഏതെങ്കിലും സാഹചര്യത്തിൽ പിടികിട്ടിയോ? കിട്ടിയോ? ജോബി സാറെ കിട്ടിയോ? ഇതാണ് രണ്ടറിവിനെ കൂട്ടിയോജിക്കുന്ന മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ മുന്നിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് കരുതി കളയുന്ന പലവരും ആയിരിക്കും നമ്മളുടെ പഴയ അനുഭവങ്ങളെ പരസ്പരം കൂട്ടിമുട്ടിക്കുന്ന. നമ്മളുടെ മുന്നിലുള്ള ഒരൊറ്റ ആളെയും നിസ്സാരമായിട്ട് കാണരുത്. ഒരൊറ്റ ആളിന് പോലും നിസ്സാരമായിട്ട് കാണരുത്. അവരായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് നമ്മൾ അന്വേഷിക്കുന്ന രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നമ്മൾ അന്വേഷിച്ചിരുന്ന രണ്ട് അനുഭവ പാഠവങ്ങളെ ഒരുമിച്ച് കൂട്ടിമുട്ടാൻ ഒരുത്തൻ വരും. അവനാണ്, ആ അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യനെയും നിസ്സാരമായിട്ട് കാണരുത്. ഒരു മനുഷ്യന്റെ അറിവിനെ മോശമായിട്ട് കാണരുത്. ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പിടികിട്ടിയോ? ഇതാണ് സഹജ ജ്ഞാന തലത്തിലെ ഉൾവിളി എന്നുവെച്ചാൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. അങ്ങനെയാണ്. ബാക്കിയുള്ളതെല്ലാം ഇന്നലെ വരെ നമ്മളുടെ മൈൻഡിനെ പരിശീലിപ്പിച്ചു വെച്ച പാഠവും മാത്രമാണ്. എന്ത് കഴിവും പുതിയ സാധനം ഉണ്ടാവണമെങ്കിൽ, ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ അതില് ആരെങ്കിലും ഒരാളോ ഒരു സംഭവമോ ഒരു സാഹചര്യമോ വരണം ജീവിതത്തിൽ. നമ്മൾ സാധാരണ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഇന്നലെ വരെ നമ്മളെ മൈൻഡിനെ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാണ്? പ്രത്യേകിച്ച് ഘടനാപരമായി നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ സമ്മതിക്കില്ല. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ നമ്മൾ പോയാൽ നമ്മൾ നെഗറ്റീവായി പോസിറ്റീവായി ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതല്ല. ഓരോ സെക്കൻഡിലും ഇന്നലെ വരെ നമ്മൾ മനസ്സിലാക്കിയ ആ പാഠവത്തിന് അപ്പുറത്തേക്കാണ് നമ്മൾ നമുക്ക് മീൻസ് പോവല്ല, നമ്മൾ മനസ്സിലാക്കിയും നമ്മളെ മൈൻഡിനെ പരിശീലിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പാഠവത്തിന് അപ്പുറത്തേക്ക് ഒരു ചേഞ്ച് വന്നാൽ മനസ്സിലാക്കിക്കോ, ഇൻഡ്യൂഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അവിടെ നടക്കുന്നത്. മറ്റത് മൊത്തം നമ്മൾ പ്രാക്ടീസാണ്. നമ്മളെ ബ്രെയിൻ ഒരു പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മള്. അതിനപ്പുറത്തേക്ക് അതിന് ഒരാളായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം, ഒരു സംഭവമായിരിക്കാം, ഒരു പ്രോബ്ലംസ് ആയിരിക്കാം, എന്തും ആവാം. പക്ഷെ സത്യത്തിൽ അത് ഇൻഡ്യൂഷൻ സാധ്യത ഉണ്ടാവാനുള്ള സാഹചര്യമാണ്. ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവാനുള്ള, ഒരു പുതിയ ഉൾവിളി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് അത് ഉണ്ടാക്കി തരണം. അത് നമ്മളെ മുന്നിലുള്ള മനുഷ്യനാവാം, സംഭവം ആവാം, ഒരു പ്രോബ്ലംസ് ആകാം, എന്തും ആവാം. ഞാൻ ഈ പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന, നമ്മൾ മുന്നോട്ട് ജീവിക്കുന്ന, നമ്മളെല്ലാവരും ഈ കോഴ്സിൽ വന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാനിലാണല്ലോ വന്നത്. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സാധനം കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കോഴ്സിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത് അതിനാണ്. എന്തെങ്കിലും പുതിയ, അത് ഞാനിപ്പോ ചിലപ്പോൾ ഈ കോർത്തിണക്കി തരുന്നത് പോലെ. പക്ഷെ ഇതേപോലെ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളുണ്ട് നിങ്ങളുടെ അടുത്ത്. ആ ആളായിരിക്കും നിങ്ങൾക്ക് പുതിയ ഇൻഡ്യൂഷൻ ഉണ്ടാക്കുന്ന ആള്, പുതിയ ഐഡിയാസ്, പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി തരുന്ന ആള്. പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ പൈസയും കൊടുത്ത് എൻ്റെ മുമ്പ് വന്നിരിക്കണം. ഒന്നും കിട്ടാനില്ല. മനസ്സിലായി? നിങ്ങൾക്ക് കിട്ടാനുള്ള ആളിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. അപ്പൊ മോശപ്പെട്ടവനാണ്. അവന്റെ എന്തൊരു കിട്ടാൻ. അച്ഛനാവാം, അമ്മയാവാം,
നമ്മളെ വീട്ടിലെ ജോലിക്കാരനാവാം, കൃഷിത്തോട്ടക്കാരനാവാം, അതുമല്ല തെരുവിൽ കിടക്കുന്ന പിച്ചക്കാരനും ആവാം. മാഷും ആവാം. കേട്ടില്ല? മാഷും ആ ഒരു പേര് വരും. അല്ല ഞാൻ എനിക്ക് പണിയെടുത്തല്ലേ പറ്റൂ. ഞാൻ നിങ്ങളിന്ന് പൈസ മേടിച്ചു പോയല്ലോ. നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കാതെ നിങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട് എന്നേക്കാൾ സെറ്റ് ആക്കുന്ന ആൾക്കാർ. മനസ്സിലല്ലേ? എനിക്ക് പണിയെടുത്തല്ലേ പറ്റൂ, ഞാൻ ചെയ്യും, അതിനു വേണ്ടിയുള്ള പണി ചെയ്യും. പക്ഷെ തിരിച്ചറിയുകയല്ല ശരി. തിരിച്ചറിയുക എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചറിയുക എന്ന് പറയുന്നത് അവിടെയും നമ്മളൊരു എന്താണ്, ഒരു ക്രൂഡ് മൈൻഡാണത്. നമുക്ക് ഉപയോഗമുള്ള ആളിനെ തിരിച്ചറിയുക എന്നുള്ളതല്ല. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാക്കണം. നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാക്കി തരുന്നത് പോലെ മറ്റുള്ളവർക്ക് ഇൻഡ്യൂഷൻ ആയി കൊടുക്കാൻ നമുക്കും പറ്റണം. ചിലപ്പോൾ അവനെ ഇൻഡ്യൂഷൻ ആക്കാനുള്ള കാരണക്കാരാണ് നമ്മളും. പ്രിയ ടീച്ചറിന് മനസ്സിലായോ? നമുക്ക് മാത്രമല്ല, അതാണ് ആശയവിനിമയം. എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, കൊടുക്കൽ വാങ്ങൽ പോലെ തന്നെയാണ്. പലർക്കും ഇൻഡ്യൂഷൻ ആവാൻ കാരണക്കാരാണ് നമ്മളും. അല്ല നമ്മളുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഡെവലപ്പിന് വേണ്ടി കണ്ടെത്തുകയല്ല ശരി, മറ്റുള്ളവരുടെ ഡെവലപ്പിന് വേണ്ടി നമ്മൾ തയ്യാറാവലും കൂടിയാണ്. ശരിയാണോ അല്ലേ? ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്തേണ്ട, അതിനുവേണ്ടി തിരിച്ചറിയാനല്ല ചെയ്യുന്നത്, അങ്ങ് അനുഭവിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, പോട്ടെ, ഇൻഡ്യൂഷനിൽ പോട്ടെ. ഞാൻ അടുത്ത സാർ ഒരു സംശയം. അതായത് ഇപ്പൊ സാർ പറഞ്ഞു രണ്ട് വ്യത്യസ്തമായ സമയത്ത് രണ്ട് നോളജ് ജോയിൻ ചെയ്യുന്നത് ഇൻഡ്യൂഷൻ എന്ന് പറയാം. ഞാൻ ചോദിക്കുന്നത്, അപ്പോ നമ്മൾ ഇതുവരെ കാണാത്ത, അതായത് നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു നോളജ് നമുക്ക് ഒന്നുകൂടെ അതുണ്ടാവില്ല എന്നാണോ സാർ പറയുന്നത്? കേട്ടില്ല. അതായത് ഇപ്പൊ സാറ് പറഞ്ഞ സിനാരിയോ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വ്യത്യസ്തമായിട്ട് കിട്ടുന്ന സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ സമയത്ത് കിട്ടുന്ന അറിവുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ഒരു ഇൻറ്റ്യൂഷൻ, ദാറ്റ് ഇസ് കറക്റ്റ്, എനിക്ക് അത് മനസ്സിലായി. പക്ഷെ എന്റെ സംശയം, നമുക്ക് ഇപ്പോ ഒരു പുതിയൊരു ഐഡിയ, വളരെ ജെനുവൻ ആയിട്ട് നമ്മൾ ഇതുവരെ എവിടെയും കാണാത്ത ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് ഒരിക്കലും വരില്ല. സാറ് 10ാമത്തെ ബാച്ചാണോ? അതെ അതെ, 10ാമത്തെ ബാച്ച്. ഓക്കെ. ഈ നോട്ട് വായിച്ചായിരുന്നോ? വായിച്ചു. മനസ്സിലായില്ല. തയ്യൽ മിഷന്റെ സൂചി എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? അതായത് പണ്ട് കാലം മുതലേ പാരമ്പര്യമായി മനസ്സിലായി, മനുഷ്യന്റെ ബുദ്ധി ഉണ്ടായ സമയം മുതലേ സൂചി ഉണ്ട്. പക്ഷെ തയ്യൽ മിഷന്റെ സൂചിക്കും സാധാ സൂചിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പക്ഷേ വെറുതെ ചോദ്യം ഞങ്ങളെ ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടണം, അതുകൊണ്ടാ പറയണേ. അങ്ങനെ പറഞ്ഞില്ലേ? എന്താണ് എന്താണ് വ്യത്യാസം? എന്താണ്? യെസ്, തയ്യൽ മിഷൻ ഇറങ്ങുന്നത് വരെയുള്ള സൂചിയുടെ വ്യത്യാസം. സാർ അരുൺ സാറല്ലേ സംസാരിച്ചേ നേരത്തെ ചോദിച്ച? ഈ ചോദ്യം പറയണേ. ഇതിന്റെ ഉത്തരം പറഞ്ഞ ഞാൻ ഇപ്പൊ സാറ് ചോദിച്ചതിന് ഐഡിയ ഞാൻ ആ നോട്ടിലിട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് മനുഷ്യൻ അവന്റെ ബുദ്ധി ഉദിച്ച കാലം മുതൽ, അതായത് അവന് സാധനങ്ങൾ നിറയ്ക്കണമെന്ന് തോന്നണ, അതായത് കൊണ്ട് നടക്കണമെന്ന് തോന്നിയ കാലം മുതലേ സൂചിയുണ്ട്. പക്ഷെ തയ്യൽ മിഷന്റെ സൂചി ഇറങ്ങിയിട്ട് വളരെ കുറച്ചു കാലമേ ഉള്ളൂ, ഒരു 100 വർഷം ആയിട്ടില്ല. ഈ സൂചികൾ തമ്മിലുള്ള വ്യത്യാസം എന്തോ? അതായത് താഴെയും താഴെ വെക്കണമെന്ന ലോജിക്ക് മനുഷ്യന്റെ തലച്ചോറില് ഇല്ലായിരുന്നു. അതിനോട് തയ്യൽ മിഷൻ കണ്ടുപിടിച്ച ആ ആള് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഏതിലാണ്? ഈ സൂചി എങ്ങനെ അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നതിലാണ്. അതായത് രണ്ട് കാര്യങ്ങളെ മനസ്സിലായി, ഈ സൂചി എങ്ങനെ ഫിറ്റ് ചെയ്യും? കാരണം അടിയിലാണ് സൂചിയുടെ മൂട്ടിലാണ്
നൂല് കെട്ടേണ്ടത്. എന്നാൽ തയ്യൽ മിഷനെ സംബന്ധിച്ചിടത്തോളം ആ സൂചിയുടെ മുന്നിൽ എന്ത് ചെയ്യണം? ഹോൾ ഇടണം. ഇത് അറിയില്ല. അതിൽ സംഭവിച്ച എന്താ? എത്ര കാലം എങ്ങനെയൊക്കെയും മിഷ്യന്റെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം സെറ്റാക്കി, പക്ഷെ ഈ സൂചി എങ്ങനെ വെക്കണം എന്ന് ഒരു പിടിയില്ല. കാരണം മൂട്ടിൽ സൂചി വെച്ചാൽ തയ്യൽ മിഷൻ സക്സസ് അല്ല. മനസ്സിലല്ലേ? അപ്പൊ അരുൺ സാറ് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. അരുൺ സാർ ഒന്നും കൂടി നോട്ട് വായിച്ചിട്ടില്ലെങ്കിൽ പോയി നോട്ട് വായിക്കണം. വേറെ ഒരു PDF ഫയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കളയരുത്. കളഞ്ഞിട്ട് കളഞ്ഞാൽ ഈ ക്ലാസ് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ പേര് വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് ഇപ്പൊ മാഷ് ഉദാഹരണം ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പേര് വിട്ടുപോയി. അല്ല, അതല്ല, തയ്യൽ മിഷൻ കണ്ടുപിടിച്ച ആളുടെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ. കേട്ടില്ല? ആ, അതെ. ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. മനസ്സിലല്ലേ? ഇതൊക്കെ ഒരു സ്വപ്നം കാണേണ്ടതില്ലേമോ? നിങ്ങൾ സ്കാൻ ചെയ്ത്, അല്ല സോറി, സെർച്ച് ചെയ്ത് നോക്കിയോളണം കേട്ടോ. ഗൂഗിളിലോ ജെമിനിയിലോ ചാറ്റ് GPT ഒക്കെ. ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച് കുറച്ചു പേര് കുന്തവും കൊണ്ട് ഇരിക്കുകയാണ് പുള്ളിയെ കുത്താനായിട്ട്. സ്വപ്നം കാണുന്ന എല്ലാം കഴിഞ്ഞ് ഫെയിലായി. സ്വപ്നത്തിലൂടെ മാത്രം ഇൻഡ്യൂഷൻ ഉണ്ടായ എത്രയോ മഹാപ്രതിഭകൾ ഈ ലോകത്തുണ്ടെന്ന് അറിയുമോ? നമ്മളിപ്പൊ ഇന്ന് അനുഭവിക്കുന്ന വിജയങ്ങൾ നേടിയെടുത്തവർ പലരും. കാരണം ഇവനെ ഉറക്കിയിട്ട്, കാരണം അതായത് ഈ ഉൾവിളി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കാല പരാജയങ്ങളും അതിന്റെ വേദനകളിൽ നിന്നുമാണ് ഈ പറയുന്ന ഇൻഡ്യൂഷൻ ഉണ്ടാവുക. കഴിഞ്ഞ കാല പരാജയങ്ങളിൽ നിന്നും അതിൽ നിന്നുണ്ടാകുന്ന വേദനകളിൽ നിന്നുമാണ് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത്. ആരെയും നോക്കൂ, പരാജയപ്പെട്ട് ലാസ്റ്റ് വേദനിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇന്നീ പറയുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും 3/4 കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഞാനൊരു രസം കാണുന്ന അറിയുമോ? ആ സ്റ്റോറി ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റോറി വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നറിയുമോ? എന്താണ്? കുന്തം കൊണ്ട് കുത്താമെന്ന, തയ്യൽ മിഷന്റെ കാര്യം പറഞ്ഞ, കുന്തം കൊണ്ട് കുത്താമെന്ന ആ കുന്തത്തിന്റെ മുന്നിൽ ഒരു ഹോള്. സ്വപ്നം കാണുകയാണ്. ഒരു ഹോള്, കുന്തത്തിന്റെ മുന്നിൽ ഒരു ഹോള്. നമ്മളെ 10ാം ബാച്ചരെല്ലാം അത് വായിച്ചു, ഏകദേശം ആരെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടോ അത്? ഓക്കെ, ആ സ്വപ്നം കണ്ടത് എവിടെ വേണമെന്നറിയാമോ? ഈ കുന്തവും കൊണ്ട് നിൽക്കണ ഇത് ഒരു പാലത്തില്. എന്തിനാ പാലം കാണിച്ചേ? എന്തിനായിരിക്കും ആ മനുഷ്യന്റെ ബ്രെയിനിൽ പാലം കാണിച്ചത്? കേട്ടില്ല? അതാണ് പറഞ്ഞത്. ആ പാലം എന്തായിരുന്നു? യെസ് യെസ്, എനിക്കൊരു പേരല്ല, മനസ്സിലായില്ലേ? ഇതും കൂടിയാണ് കാണിച്ച. നമ്മളാ അതായത് സൂചിയുടെ അതാണ് ആ സ്വപ്നം. അദ്ദേഹം പറഞ്ഞ അനുഭവമാണ്, വേറെ ആരും പറഞ്ഞല്ല. അദ്ദേഹം പറഞ്ഞ അനുഭവമാണ് അത്. മനസ്സിലായില്ലേ? അപ്പൊ ആ സൂചിയുടെ ആ കുന്തത്തിന്റെ മുന്നിൽ ആ ഹോളും അതിനോടൊപ്പം ആ പാലവും കാണിച്ചെന്ന് പറയുമ്പോ തയ്യൽ മിഷൻ എവിടെ എത്തി? ഇതിനേക്കാൾ റിസൾട്ട് വേറെ ഉണ്ടോ? ഇതാണ്. സാർ പോയോ? ജോബി സാർ പോയോ? ജോബിനല്ലോ, അരുൺ സാർ പോയോ? ഓക്കെ. അതായത് ഇവിടെയാണ് പറഞ്ഞത്, ഇവിടെയാണ് 2 കാര്യങ്ങൾ കൂടി ചേരല്ല ചെയ്യുന്നത്. 2 കാര്യങ്ങൾ കൂടി ചേർന്നാണ് മൂന്നാമതൊന്നും ഉണ്ടായെന്ന് അറിയത്തേ ഇല്ല. നമുക്കറിയില്ല. നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തത് 2 കാര്യമല്ല, ചിലപ്പോൾ നമ്മളുടെ അനുഭവത്തിന്റെ 10,000 കാര്യങ്ങൾ കൂടി ചേർന്നായിരിക്കും പുതിയൊരു സാധനം ഉണ്ടാവുക. എത്രമാത്രം അനുഭവവും എത്രമാത്രം പഠനവും എത്രമാത്രം ഒബ്സർവേഷനും ഉണ്ടാവുന്നോ അതനുസരിച്ച് പുതിയ സാധനം പൊട്ടി വിരിയും.
കിട്ടിയോ? രണ്ടെന്നൊരു അർത്ഥമില്ല. എത്രമാത്രം ഒബ്സർവേഷൻ ഉണ്ടോ, അന്വേഷണം ഉണ്ടോ. എങ്ങനെയാ ഗുരുത്വാകർഷണം ഉണ്ടായത്? ഇന്നലെ വരെ ഈ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴത്തേക്ക് ഗുരുത്വാകർഷണം എന്ന് പറയാൻ ന്യൂട്ടൻ അതുവരെ കണ്ടിട്ടില്ലേ ആ രാജ്യത്ത് ഏത് സാധനം വീണാലും തലയിലാണ് വീണെന്ന്. പിന്നെ ആപ്പിൾ ഒന്ന് തലയിൽ വീണപ്പോ മാത്രം എന്ത് ഗുരുത്വാകർഷണം ഉണ്ടായത്? അതല്ല, രണ്ട് വ്യത്യസ്തമായ അന്വേഷണത്തിൽ നിന്ന് മൂന്നാമതൊരു തിയറി അവിടെ ഉണ്ടായതുകൊണ്ടാണ്, മൂന്നാമതൊരു ചിന്ത ഉണ്ടായത്. അതിന് കാരണക്കാരൻ ആ ആപ്പിളായിരുന്നു. ഇത്രേ ഉള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ആപ്പിൾ ഒന്ന് തലയെ വീണിട്ടാണ്. ആള് ഈ ഭൂമിയിലല്ലേ ജീവിച്ചേ. അതിനു മുമ്പൊന്നും ഈ തെങ്ങിന്ന് വീണതും അല്ലെങ്കിൽ അവിടെ തെങ്ങില്ലെന്ന് വിചാരിച്ചോ? അവിടെ ആ മേലിൽ നിന്ന് വീഴുന്ന മരത്തിനും കാര്യങ്ങളിൽ നിന്ന് വീണ താഴോട്ടല്ലേ വീണത്? എന്താ അന്നൊന്നും തോന്നാത്ത സാധനം ഈ ആപ്പിൾ ഒന്ന് അയാളുടെ തലയിൽ വീണപ്പോഴത്തേക്ക് തോന്നിയത്? കാരണം അയാൾ രണ്ട് അന്വേഷണത്തിലായിരുന്നു. അപ്പോഴാണ് ആ അന്വേഷണത്തെ ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു ഘടകം വന്നതുകൊണ്ടാണ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തെ അഡ്രസ് ചെയ്ത്, കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഗുരുത്വാകർഷണത്തെ മനസ്സിലാക്കിയത്. ആദ്യമായിട്ടാണോ ആ മനുഷ്യൻ ആ ഭൂമിയിലല്ലേ ജീവിച്ചത്? ഗുരുത്വാകർഷണം മനസ്സിലാക്കണമെങ്കിൽ നമ്മളെല്ലാവരും കേരളത്തിലല്ലേ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്. പല രാജ്യത്തും ഇപ്പൊ ജീവിക്കുന്നെങ്കിൽ നമ്മൾ കേരളത്തിനകത്ത് ജനിച്ചതാണ്, മലയാളികളാണ്, വേറെ ആരുമില്ല. വേറെ പുറത്തുനിന്ന് ഒരാളിനെ ഈ ഗ്രൂപ്പിൽ എടുക്കൂല കേട്ടോ, ഒരൊറ്റ ആളിനെ എടുക്കൂല. അതിന്റെ കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, വേറെ ഒരു ഭാഷ അറിഞ്ഞൂടാ, അതുകൊണ്ട് മനസ്സിലായി, ഒരാളിനെ ഞാൻ എടുക്കൂല കേട്ടാ. പക്ഷേ ഗ്ലോബ് എടുത്തു വെച്ചിട്ട് നോക്കിയാൽ തെങ്ങിന്ന് വീഴുന്ന തേങ്ങ താഴോട്ട് പോകൂ, ഇടതോട്ട് പതിക്കൂ? ഗ്ലോബ് എടുത്തു വെക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്ലോബിനെ നിങ്ങളെ മൈൻഡിൽ മുന്നിൽ കൊണ്ടുവരിക. വെച്ചിട്ട് അതിൽ തെങ്ങ് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് നിൽക്കുമെന്ന് നോക്കണം, അല്ലേ? ആ തേങ്ങ വീണാൽ താഴോട്ട് പോകൂ, അത് ഇങ്ങോട്ട് പതിയൂ? അതാണ് ഗുരുത്വാകർഷണം. അന്റാർട്ടിക്കയിൽ നിൽക്കുന്ന തെങ്ങ് താഴോട്ടാ നിൽക്കൂ, മനസ്സിലായില്ലേ? കാശ്മീരിലേക്ക് മേലോട്ടേ നിൽക്കൂ, അല്ലെങ്കിൽ മേലെ നമ്മളെ ഈ കേരളത്തിൽ തെങ്ങ് നിന്നാൽ ഇങ്ങനെ നിൽക്കൂ. എന്നിട്ട് നമ്മൾ ഗ്ലോബ് എടുത്ത് നമ്മൾ പഠിക്കും. നമ്മളെല്ലാം നിൽക്കുന്നത് സ്ട്രെയിറ്റ് ആണോ ചരിഞ്ഞാണോ? ചരിഞ്ഞല്ലേ? അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു തെങ്ങ് എങ്ങനെ നിൽക്കുന്നത്? തേങ്ങ വീണ താഴോട്ട് പോവോ ഭൂമിയിലോട്ട് പതിക്കുവോ? അതാണ് ഗ്രാവിറ്റി. ഇത് മനസ്സിലാക്കി തരലായിരുന്നു ആ പാവപ്പെട്ടൻ കിടന്ന് പണിയെടുത്തത്. അല്ലാതെ തെങ്ങ് എന്ത് വീണാലും താഴോട്ട് വീണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ഗ്ലോബിന് അർത്ഥമില്ല, ഇതിന് അച്ചുതണ്ടിനും അർത്ഥമില്ല, ഈ സെറ്റ് ചെയ്യുന്ന അർത്ഥമില്ല, മനസ്സിലായില്ലേ? ഒരു കാര്യം പറഞ്ഞു. ആ തോമസ് സാറേ, പറ സാറേ. എല്ലാവർക്കും പിടികിട്ടിയെന്ന് തോന്നില്ല സാറ്. ഒരു ബോൾ എടുത്തിട്ട് അതേ ദൂരം വെച്ച് കഴിഞ്ഞാൽ തെങ്ങും അതുപോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലാവും. ആണോ? ഒരു ബോൾ എടുത്തിട്ട് അതേ പുല്ല് കുത്തി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനും എല്ലാം നിൽക്കുന്ന അങ്ങനെയാണ്. പിന്നെ താഴെ സൗത്ത് പോളിൽ നിൽക്കുന്ന മനുഷ്യനും താഴോട്ടാണ് നിൽക്കുന്നത്, നോർത്ത് പോള് മേലിലാണ് നിൽക്കുന്നത്. അതെ, അങ്ങനെയാണ് നിൽക്കുന്നത്. സാർ അങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടെ എല്ലാവർക്കും എന്റെ ഇപ്പൊ ഗ്ലോബ് ഉണ്ട്, എന്റെ മൗസ് ഉണ്ട്, ഇത് ഗ്ലോബായിട്ട് വിചാരിക്കുക. കാണാൻ കഴിയുന്നുണ്ടോ? ഗ്ലോബ് കണ്ടിട്ടുള്ള മനുഷ്യർക്ക് അറിയാം എത്ര ഡിഗ്രി ചരിഞ്ഞാണ് ഗ്ലോബ് ഉള്ളത്, അല്ലെങ്കിൽ അതായത് ഭൂമി എത്ര ഡിഗ്രി ചരിഞ്ഞാണ് അതിന്റെ അച്ചുതണ്ടിരിക്കണമെന്ന് പഠിക്കുക. കേട്ടില്ല? ഓക്കെ. അപ്പൊ ആ ചരിവിൽ നിൽക്കുമ്പോൾ കേരളം ഇന്ത്യ അല്ലെങ്കിൽ കേരളം എവിടെ വയ്ക്കുന്നത്? മുകളിലാണോ താഴെയാണോ? ഈ കറങ്ങുന്ന ഇതാണ് ഇങ്ങനെ കറങ്ങുന്നത്.
ഈ കറങ്ങുന്നതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. ഇവിടെ നിൽക്കുന്ന ഒരു തെങ്ങ്, ഇപ്പൊ എന്റെ കൈ കാണാൻ പറ്റുമോ? കൈ തന്നെ വയ്ക്കാം. ചിന്തിക്കുക, നമ്മൾ ഗ്രാവിറ്റി നമ്മൾ താഴോട്ടല്ല വരുന്നത്. ഇവിടെ നിൽക്കുന്ന ഒരു തെങ്ങ്, ഒരു തേങ്ങ വീണാൽ താഴോട്ട് പോകൂ, ഈ മൗസിലോട്ട് ഒന്നടിക്കൂ. ഇതാണ് ഭൂമി. അപ്പൊ താഴോട്ടാണോ ഭൂമിയിലോട്ടാണോ പതിയുന്നത്? ഇതാണ് അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തൽ. അത് നിസ്സാരമല്ല. അതിന് അദ്ദേഹം അന്വേഷിച്ച് നടന്ന ഒരുപാട് കാര്യങ്ങളാണ് ആ ഗ്രാവിറ്റിയുടെ പിന്നിൽ. നമ്മൾ പറയും പിന്നെ അത് തേങ്ങ വീണ അല്ലെങ്കിൽ നമ്മളെ ഇത് വീണ ആർക്കാണ് മനസ്സിലാവത്തെങ്കിൽ താഴോട്ട് വരുമെന്ന്. താഴോട്ടല്ല, ഭൂമിയിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. ഈ കണ്ടെത്തല് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് എല്ലാ മനുഷ്യനും ഈ ഗ്രാവിറ്റിയേക്കാൾ കൂടുതൽ പവറോടുകൂടി ഇന്ന് ലോകം സഞ്ചരിക്കാൻ, അതായത് ഒരു ഭൂമിയിലേക്ക് ആകർഷിക്കാൻ പറ്റിയ ഗ്രാവിറ്റിയുടെ ആ പവറിനേക്കാൾ പവർ കൊടുത്താൽ ഈ ഗ്രാവിറ്റിയെ കീറി മുറിച്ച് മേലിലോട്ട് പോകാം എന്ന് മനസ്സിലാക്കാനും കൂടിയാണ് അതിനകത്ത് പറ്റിയത്. ചെറിയ സാധനമല്ല. ആ അന്വേഷണങ്ങളും പഠനങ്ങളൊന്നും ചെറിയ കാര്യമല്ല. പക്ഷെ അതല്ല നമ്മളിപ്പോ പഠിക്കുന്നത്. നമ്മള് സിക്സ് സെൻസും, മനസ്സിലായില്ലേ, പിന്നെ 6ാം ഇന്ദ്രിയവും, ഇനി എന്താണ് വേറെ എന്തൊക്കെയോ അന്വേഷിച്ച് പുനർജന്മവും ആ സ്വർഗവും നരകവും ഒക്കെ നമ്മളെങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ ജീവിച്ചു പോകും. മനസ്സിലായില്ലേ? പക്ഷെ പാവപ്പെട്ടവന്മാരിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് പല രാജ്യത്തും പോയിരുന്ന് ഓരോരുത്തർ പണിയെടുക്കണത്. മനസ്സിലായില്ലേ? അവര് നിഷേധികളും മണ്ടന്മാരും. പക്ഷെ അവരിടുന്ന് തലച്ചോറ് കഷ്ടപ്പെട്ടാണ് അവരെ നമുക്ക് പണിയെടുത്ത് തന്നേന്നേ. ആണോ അല്ലേ? ആർക്കെങ്കിലും വിഷമം ഉണ്ടാവണമെങ്കിൽ പറഞ്ഞ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിക്സ് സെൻസിനെ ഇതിനൊക്കെ കുറ്റം പറയുമ്പോൾ വിഷമം തോന്നരുത്. അങ്ങനെ പോയാലേ ക്ലാസ്സിനൊരു സുഖമുള്ളൂ. മനസ്സിലായി? ഇല്ലെങ്കിൽ തലച്ചോറ് നമ്മളെ 10x മൈൻഡ് പവർ അത്ര അങ്ങോട്ട് പവറോട്ട് പോകില്ല. അതുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ. നമ്മൾ എവിടെ എത്തി? ആ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നേരെ നമ്മളിപ്പോ ഒരു കിടന്നുറങ്ങുന്ന അത് ചിന്തിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ നിൽക്കുന്ന സംഭവം ആ ഒരു തെങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും, ഒരു തെങ്ങങ്ങ് മുറിച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഇത് എന്നാ കിടന്നുറങ്ങിയാലും സംഭവിക്കും. എന്തൊരു ചോദ്യമാട്ടേ. നാളെ ഒരു സയന്റിസ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് സാറിന് ഞാൻ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഏറ്റവും മോശപ്പെട്ട സംശയങ്ങളാണ് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രയും അടുത്ത് സഹകരിച്ച ആൾക്കാരായിട്ട് ഞാനതങ്ങനെ കോമഡി അടിച്ചതേ ഉള്ളൂ. ഈ സാധനമേ ഉള്ളൂ. ഇത് മുറിച്ചിട്ടല്ല എത്രയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഈ വിഷയം കാരണം നമ്മൾ ഇൻഡ്യൂഷനാണ് കേട്ടോ, ശ്രദ്ധ ഇൻഡ്യൂഷനാണ്. അതായത് പ്രപഞ്ചത്തില് ഒരു നിയമമുണ്ട്, ഗ്രാവിറ്റി. ഈ ഗ്രാവിറ്റിയെ കീറി മുറിക്കാൻ ഇന്നോളം മനുഷ്യനെ പറ്റുള്ളൂ. അതായത് ഒരു പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ ആർക്കേ പറ്റുള്ളൂ? മനുഷ്യന് പറ്റും. അതുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഇവിടെ നിന്ന് കയറി പോയത്. അപ്പോൾ നിലവിലുള്ള നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സാധനം തന്നെയാണ് ഇൻഡ്യൂഷന്റെ ഒരു ഭാഗമായിട്ടാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻഡ്യൂഷനിലേക്ക് വരണം, എന്റെ മനസ്സും എന്റെ ചർച്ചയും. അതായത് ഏറ്റവും കൂടുതൽ ഊർജം വേണ്ടത് ഭൂമിയിൽ നിന്ന് ആദ്യം പൊങ്ങാനാണ്.
ഏറ്റവും വലിയ ഊർജം വേണ്ടത് ഭൂമിയിൽ നിന്ന് ആദ്യം എന്താണ്? ഉയരാനാണ്. ഓക്കെ, ഇതുപോലെയാണ് നമ്മളുടെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് നമ്മളെ ഉദ്ദേശത്തിലേക്ക് പോകാനും ഈ ഗ്രാവിറ്റി പോലെ തന്നെയാണ് നമ്മളുടെ ആദ്യം നമുക്ക് ഉയരാൻ വലിയ പാടാണ്. കാരണം നമ്മളുടെ ഇന്നലെ വരെയുള്ള കൂട്ടുകെട്ട്, ഇന്നലെ വരെയുള്ള ചുറ്റുപാടുകൾ, ഇന്നലെ വരെയുള്ള സഹകരണം, ഇന്നലെ വരെയുള്ള ബന്ധം, അച്ഛൻ അമ്മ, അവര് നമ്മളെ ഇങ്ങനെ നിൽക്കാവൂ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് ഈ ഗ്രാവിറ്റിയുടെ ആദ്യത്തെ ഉൾവലിക്കല്, പിറകിലേക്ക് വലിക്കല്. നീ ഇത് തുടങ്ങല്ലേ, നീ പോവൂല, നീ ചെയ്യല്ലേ, നീ വിജയിക്കൂല, നീ ഇത് എന്നാണ് നീ തുടങ്ങിയത്, നീ എന്നാണ് കണ്ടത്, ഇങ്ങനെ നിരവധി ഗ്രാവിറ്റി നമ്മളെ മനുഷ്യന്റെ പ്രവർത്തനത്തിനും പ്രവർത്തിക്കും ചിന്തയ്ക്കും ഉണ്ട്. ശരിയാണോ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഉയർന്നാലാ? ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം, നല്ലതാണ് കേട്ടാ ആ ഫിലിം, അപ്പോഴും മനസ്സിലാവും. അതായത് ഇവിടുന്ന് ഉയർന്ന് നമ്മളുടെ ഈ അന്തരീക്ഷ, അതായത് നമ്മളുടെ ഈ അന്തരീക്ഷ വലയത്തിനകത്ത് ഒരു 60ഓളം കിലോമീറ്ററിന് അപ്പുറത്തേക്ക് മാറിപ്പോയി പിന്നെ അങ്ങോട്ട് പോകും തോറും ഒരു സ്പ്രേ മതി, നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഇവിടുന്ന് പൊങ്ങാൻ അപാരമായ ഊർജം വേണം. പിടികിട്ടിയാ പറഞ്ഞ? അങ്ങനെയെങ്കിൽ നമ്മള് വളരെ ബുദ്ധിമുട്ടി ഒന്ന് ഉയർന്ന് അങ്ങോട്ട് മുന്നോട്ട് മേലോട്ട് കയറിയാൽ ചെറിയ കാര്യം മതി, ചെറിയ ചെറിയ പണിയെടുത്താൽ മതി, അങ്ങ് പൊക്കോളും നമ്മള്. പിടികിട്ടിയോ? പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ചെറിയ ഇത് മതി, ചെറിയ എനർജി മതി ഈ ഗ്രാവിറ്റിന്ന് അപ്പുറത്തേക്ക് പോയാൽ. ഈ ഗ്രാവിറ്റിക്ക് അപ്പുറത്തേക്ക് പോകലാണ് ഇൻഡ്യൂഷൻ. ഈ ഇൻഡ്യൂഷന് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി സത്യസന്ധമായിട്ട് ഉപയോഗപ്രദമായ രീതിയിൽ, മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ മറ്റാരെയും ദ്രോഹിക്കാതെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായമാണ്. അല്ലാതെയും ഉപയോഗിക്കാം. ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഈ ലോകത്ത് എല്ലാവരും വളർന്നത്. ദ്രോഹിച്ചവും വളർന്നതും പിന്നെ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിച്ചു വളർന്നവരും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെ ലക്ഷ്യം എന്താ? നമ്മൾ പോകുമ്പോൾ നമ്മൾ വളരാൻ കാരണമായിട്ടുള്ള നമ്മളെ ചുറ്റുപാടുമുള്ള കുറെ ബന്ധങ്ങളാണ് നമ്മളെ എത്തിച്ചത്. അല്ല അറിഞ്ഞ 13ാമത്തെ ബാച്ച് 5000 രൂപയാണ് കോഴ്സിന്. പന്ത്രണ്ടാമത്തെ ബാച്ച്. ഇത് ഈ 12 ബാച്ചുകള് എനിക്ക് കഴിവുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നത് നിങ്ങളാണ്. അതറിയാമോ? 13ാമത്തെ ബാച്ച് 5000 രൂപയാണ് കോഴ്സിന്. ഇതാണ് ഇൻഡ്യൂഷൻ. കേട്ടില്ല? ആണ് അത്. വെയിറ്റ് ചെയ്യും ഒരു 13 15 ആവട്ടെ, ലക്ഷത്തിൽ പിടിക്കാം. വെയിറ്റ് തന്നെ ഇതെല്ലാം കിളിപ്പോയി ഇരിക്കാന്നുള്ള ഒരു അവസ്ഥ. ഇൻഡ്യൂഷൻ അല്ലേ സാറേ? വളരെ സന്തോഷമായി സാർ, വളരെ ഹാപ്പി ആയിട്ട് ഊർജ്ജത്തോടെ തിരിച്ചു വന്നല്ലോ. ഇനി എന്ത് ഇതിലും അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തോളാം സാർ. ഉറപ്പായിട്ടും. അപ്പൊ എന്താ ടിജി ടീച്ചർ എന്താ പറഞ്ഞേ? ആണോ? ഇന്ന് എന്റെ ഒരു സുഹൃത്ത്, അതായത് വിഷു രാംദാസ് പറഞ്ഞു. വിഷു രാംദാസിനെ അറിയില്ലേ? ആർക്കെങ്കിലും അറിയാതെ ഉണ്ട് അതിനകത്ത്? കൊള്ളാം. വിഷു രാംദാസ് ആണ് എന്റെ കഴിവ് എന്റെ ചുറ്റുപാടിൽ മാത്രം പറഞ്ഞുകൊണ്ട് കിടന്ന എന്നെ ആദ്യമായിട്ട് വിളിച്ചു തന്ന ആളാ വിഷ്ണു രാംദാസ്. കേട്ടില്ല? കേൾക്കുന്നില്ല? ബോസ്
തള്ളിയ ആളും വിഷ്ണു വലിച്ച ആളും. രണ്ടുപേരാണ്. ബോസും വിഷ്ണു രണ്ടാണ്. ബോസ് എന്നെ തള്ളി കയറ്റിയ ആളും വിഷ്ണു എന്നെ മേലിൽ നിന്ന് വലിച്ചു കയറ്റിയ ആളും. ഇന്നലത്തെ കൈകൊട്ടാൻ പറ്റാത്ത ആള്. മനസ്സിലായി. കാര്യം പറഞ്ഞോട്ടെ. ആ മാർച്ച് 2 ബാച്ച് കഴിയുമ്പോ ഫീസ് കൂട്ടുന്നുള്ള ഒരു ഇൻട്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ 10ാമത്തെ ബാച്ച് ജോയിൻ ചെയ്തത്. വെരി ഗുഡ്. ഇൻഡ്യൂഷൻ ഉണ്ടായി രക്ഷപ്പെടാ. പക്ഷെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും ഭാഷയുള്ള സംഭവമാണ്. കേട്ടില്ല. ഗ്രാവിറ്റിയെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതിന്റെ നമ്മള് ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് നമുക്ക് തോന്നൂല. പക്ഷെ ആ സാഹചര്യങ്ങളെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഉറപ്പായിട്ടും അവിടെ മാത്രമേ നമ്മളുടെ പഴയ അത് ഇൻഡ്യൂഷനാണ് സത്യത്തിൽ. നമ്മൾ ഈ മാനസിക ശക്തി ഉപയോഗിച്ച് നാളെ നമ്മളെല്ലാം കൂടെ രുദ്രാക്ഷം ഇട്ട് വേറെ എവിടെ പോയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ പ്രൊഫഷണലി ഡെവലപ്പ് ആക്കണം. ഞാനിപ്പോ അനുഭവിക്കുകയാണ്. എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയണമെങ്കിൽ എനിക്ക് കോളൊന്നും എടുക്കുന്നില്ല. എനിക്ക് കാണുന്നില്ല. എനിക്കിത് മാനേജ് ചെയ്ത് ശീലമില്ല. ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ടും അല്ല. അപ്പൊ അത് അനുഭവിച്ച് വേദനിച്ചേ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഞാൻ ഭാവിയിൽ അടുത്ത ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈസി ആയിട്ട് ചെയ്യും. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് എക്സ്പീരിയൻസ് ഇല്ല. പിടിയിട്ടില്ലേ? ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ 100 പേര് ഇതിനകത്ത് 110ാമത്തെ ഒരാൾ വന്നാൽ അല്ലെങ്കിൽ 101ാമത്തെ ഒരാൾ വന്നാൽ എങ്ങനെ ഇത് എനിക്ക് ഓപ്പൺ ആക്കണമെന്ന് അറിഞ്ഞൂടാ. കേട്ടില്ല. അല്ലല്ല എന്റെ കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല. നിങ്ങളുടെ പ്രൊഫഷണലിൽ ഇതേ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നിങ്ങൾ പോകുമെന്ന് പറയാൻ ക്ലാസ് എടുക്കുകയാണ് ഞാൻ. മനസ്സിലായോ രമ ടീച്ചറെ? മനസ്സിലായോ? അതായത് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞെന്തായാലും ഇതിപ്പോ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പിന് ഗ്രൂപ്പിൽ ഇട്ടെന്നോ അത് ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കാനാ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്ന് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തണം, വിജയിച്ചെത്തണം, അല്ലെങ്കിൽ പ്രവർത്തിച്ചെത്തണം. എന്നിട്ട് അവിടെ പറ്റാതെ വരുമ്പോൾ നിലവിളിച്ച് കരയുമ്പോൾ ഇൻഡ്യൂഷൻ ഉൾവിളി വരും. രമ ടീച്ചറെ പറഞ്ഞേ. കേട്ടില്ല. വീട്ടിൽ തന്നെ ഗ്രാവിറ്റി ആ അടുപ്പിന്നെ വീട്ടിൽ തന്നെ ആണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. അടുപ്പിന്ന് ഒരു തീ എടുത്ത് അങ്ങോട്ട് എന്താണ് മൂട്ടിലോട്ട് വെച്ചിട്ട് അങ്ങ് പൊങ്ങിയാ മതി. തീക്ക് വേണ്ടി വേറെ ഇടാൻ പോണ്ടല്ലേ. സാറേ വേറെ ആർക്കും വിഷമം തോന്നില്ല. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളത് അത്രയും ഉദാഹരണമായിട്ട് അങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലേ? കച്ചില് കെട്ടാൻ വള്ളി കച്ചിൽ തന്നെ ഉണ്ടെന്നേ. അവര് തന്നെ മൂട്ടി തീ വെച്ച് തരും. നിങ്ങളൊന്ന് പൊങ്ങും. മനസ്സിലായി? സനീഷ് സാറല്ലേ പറഞ്ഞേ? ശരി. ആ വീട്ടിൽ തന്നെ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പൊങ്ങാൻ എളുപ്പമല്ലേ? തീക്ക് വേണ്ടി പുറത്ത് പോണ്ട. പറഞ്ഞാ മതി, കുടുംബത്തിനകത്ത് പറഞ്ഞാ മതി എനിക്കിത് ഉയരണം, എങ്ങനെയെങ്കിലും എന്നെ ചൂടാക്കി വിടാൻ പറഞ്ഞാ മതി. ഓക്കെ. ആർക്കെങ്കിലും സംശയം വായിക്കാത്തോണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും സാറ് പറഞ്ഞപ്പോ നമുക്ക് ഇൻട്യൂഷൻ നോർമലി നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഫെയിൽ ചെയ്തിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഇൻട്യൂഷൻ വരുന്നതാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് ശരിയാണ്. എന്റെ കാര്യത്തില് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഇൻട്യൂഷൻ അല്ലെങ്കിൽ ഒരു തോന്നല് വരുന്നത് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ്, കുറെ ഫെയിൽ ചെയ്ത്. പക്ഷെ അത് നമുക്ക്
അങ്ങനെ അല്ലാതെ കാര്യം നമ്മൾ ഒരുപാട് ഫെയിൽ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ഫെയിൽ ചെയ്യാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സർ? അല്ല, അത് ഓൾറെഡി എപ്പോഴും വരും. അത് അങ്ങനെ മാത്രം വരുന്നതല്ല ഇൻഡ്യൂഷൻ. അങ്ങനെ വരാത്ത സിറ്റുവേഷനിലും ഇൻഡ്യൂഷൻ ഉണ്ടാവും. അതായത് അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? നാച്ചുറൽ മീൻസ്, അതായത് ഞാൻ പറഞ്ഞില്ല, നാച്ചുറൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇപ്പോ എന്തിനാ കരയുന്നേ, എന്തിനാ തോൽക്കുന്നേ, എന്തിനാ പരാജയബോധം ഉണ്ടാവണേ, ഇത് എല്ലാ കാര്യത്തിലും ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കിയാലേ വരൂ. ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞൊരു കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് കിട്ടൂല. ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്ത് പരാജയപ്പെട്ടിരുന്ന് കരഞ്ഞോ ഇന്ന് കിട്ടും, നാളെ ഇരുന്ന് കരഞ്ഞോ നാളെ കിട്ടും. പിടികിട്ടോ? ഒന്നും ചെയ്യാത്തവന് കിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഇത് എവിടെ ചെയ്താലും ഇപ്പൊ ഈ നിമിഷം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഈ സമയം തൊട്ട് എന്ത് കിട്ടും, ഈ സാധനം ചെയ്യും. അത് നാച്ചുറലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ചെറിയ കാര്യം ആയിക്കോട്ടെ, വലിയ കാര്യം ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? സൂചി ആയിക്കോട്ടെ, റോക്കറ്റ് ആയിക്കോട്ടെ, എപ്പോഴും അതിനു വേണ്ടി ശ്രമിച്ച് പറ്റാതിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണം. പിടികിട്ടോ ആരും സാറേ? സാറേ എനിക്ക് എൻ്റെ ഒരു തോന്നലാ, അതായത് നമുക്ക് ശരിക്കും നമ്മൾ ഈ കരഞ്ഞോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബേസിക്കലി നമ്മൾ ഇമോഷണലി നമ്മൾ അത്രയും ടച്ച് ആയിട്ട് ഇങ്ങനെ ഡൗൺ ആയിരിക്കുമ്പോഴാണ് വർക്ക് ആവുന്നത്. അങ്ങനല്ല മാഷേ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ പ്രവർത്തനം ആയിക്കോട്ടെ, ഒരു വലിയ പ്രവർത്തനം ആയിക്കോട്ടെ, മനസ്സിലായ? അതായത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ ഇൻഡ്യൂഷൻ വരൂ എന്നാണ് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ ഇൻഡ്യൂഷൻ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളുടെ അതല്ലേ നമ്മൾ രാവിലെ ഉണരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ഉണർത്തുന്നതും നമ്മളുടെ സഹജ ജ്ഞാനതലമാണ്. അവിടെ നമുക്ക് രാവിലെ എണീക്കണമെന്നുള്ള ആവശ്യം അവിടെ ഇല്ലേ പക്ഷേ? പിടികിട്ടിയോ? ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾക്ക് ആവശ്യമായിട്ട് വരിക. ഈ നമ്മള് എന്താണ്, ഞാൻ ഒരു ചെറിയ ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലം എവിടെ നിൽക്കണം നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഒന്നും കൂടെ നോക്കിക്കോ, അപ്പൊ മനസ്സിലാവും. അതെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, അപ്പൊ പിടികിട്ടുക കുറച്ചും കൂടി. അതെ, ഈ തലമാണ് ജസ്റ്റ് ഞാൻ ഒന്ന് നമ്മൾ ഈ ഓരോരുത്തരും പറയുന്ന ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞതാണ്ട് ഈ മനസ്സിന്റെ ഇതാണ്ട് ഈ തലമാണ് ക്രിയാശക്തി തലം. മാഗ്നറ്റിക് തലമാണ് ഈ ക്രിയാശക്തി തലം. ഈ തലമാണ് നമ്മൾ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും അല്ല. പക്ഷെ അതുക്കും മേലാണ് ഇവിടെ റേക്കി, ഹീലിംഗ് ഈ ചെയ്യുന്ന ആൾക്കാർ മൊത്തം ഈ തലത്തിലാണ് ചിന്തിക്കുന്നത്. ഈ തലവും കഴിഞ്ഞാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ പറയുന്ന തലം. ഈ തലത്തിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടുന്ന് സൗഖ്യപ്പെട്ട് നടപ്പിലാക്കി ഫീലിങ്സുകളെ ഒഴിവാക്കി ശരീര നിയന്ത്രണ തലത്തിലൂടെ ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തലാണ് ഈ പറയുന്ന ഇൻഡ്യൂഷൻ. കിട്ടിയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് പലർക്കും നമ്മൾ പ്രപഞ്ചത്തിനെ ദ്രോഹിക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് എന്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് പലർക്കും ഇതിനകത്ത് പിന്നെ എന്താണ് ഇതിനകത്ത് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എടുക്കുന്നവര്, മാനിഫെസ്റ്റേഷൻ ക്ലാസ് എടുക്കുന്നവര്, അങ്ങനെ നിരവധി ക്ലാസ് എടുക്കുന്നവരുണ്ട്. അത് ക്രിയാശക്തി തലത്തിൽ എന്താണ് പറയുന്നത്, മാഗ്നറ്റിക് ലെവൽ. ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. മനസ്സിലല്ലേ? ഇവിടെയാണിത്, ഈ തലമാണിത്. ഈ തലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറയും ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? കാരണം എന്നെ കുറിച്ച് പ്രപഞ്ചത്തിന് വ്യക്തമായ ധാരണ ഉണ്ട്.
എന്നെ നശിപ്പിക്കണോ, എന്നെ വളർത്തണോ, എന്നെ എന്ത് ചെയ്യണോ, എന്നെ ഇന്ന് ജീവിപ്പിക്കണോ, നാളെ വളർത്തണോ, കൊല്ലണോ, എല്ലാത്തിനും കൃത്യമായ ധാരണ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കാരണം എനിക്ക് കിട്ടാത്ത, എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു കാറിനെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു കാർ എടുക്കണം. കാർ എടുത്തു. ആ കാറിന് വേണ്ടി എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം, നന്ദി പറയണം. ഇതൊക്കെ ഇവിടെ നടക്കുന്ന സാധനമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, മനസ്സിലല്ലേ? എനിക്ക് കാറ് കിട്ടി, 101 പ്രാവശ്യം ഒക്കെ എഴുതി കാറ് കിട്ടി, നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ, നന്ദി. എടാ, നമ്മൾ ജീവിച്ചിരിക്കാൻ ഒരു ദിവസം 23,000 തവണ ശ്വാസം എടുപ്പിക്കുന്നതും ഈ നമ്മളുടെ സബ് മൈൻഡും ഈ പ്രപഞ്ചവും കൂടിയാണ്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് 23,000 തവണ. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ദിവസം തീരാറായി. 23,000 തവണ ശ്വാസം എടുത്താണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. അത് നമ്മൾ കാറും ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രപഞ്ചവും ഈ സബ് കോൺഷ്യസ് മൈൻഡും കൂടെ കണക്ട് ചെയ്ത് നമ്മളെ 23,000 തവണ ശ്വാസം എടുത്ത് ബോധ മനസ്സായ നമുക്ക് താല്പര്യമൊന്നുമില്ല, നമുക്ക് കാറ് മതി. നമുക്ക് പ്രപഞ്ചം കൃത്യമായി നീ ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് പ്രപഞ്ചത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതിന് നന്ദി പറയൂ. കിട്ടിയതിന് നന്ദിയില്ല. കിട്ടാത്തല്ല, ഇന്നലെ വരെ കിട്ടാത്തതിന് അഡ്വാൻസ് നന്ദിയും കൊടുത്തിട്ടിരിക്കുന്നതാണ് ഈ ഇവിടെ കാണിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പലതും. അവിടെ ഞാൻ പറയുമ്പോ ഇവിടെ പലരും ഇതിനകത്ത് നമ്മളെ കോഴ്സിൽ തന്നെ ഉണ്ട്. പലരും പറയും, ചിന്തിച്ചു നോക്ക്, പ്രപഞ്ചം എന്ത് തന്നു, എന്റെ തന്തയും തള്ളയും എത്രമാത്രം അധ്വാനിച്ച് എനിക്ക് എന്തുകൊണ്ട് തന്നു, അതിന് നന്ദി പറയും. അല്ലാതെ അവരെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് അവരെ ഒരു പുതിയ കുറച്ച് പൈസയും കൂടെ മേടിക്കാം, അല്ലെങ്കിൽ അവരെ പറ്റിച്ചൊരു കാറും കൂടെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറും കൂടെ വാങ്ങിക്കാം. അതിനു വേണ്ടി മുമ്പേ നന്ദി അമ്മ, അച്ഛ, നന്ദി എന്ന് പറഞ്ഞ് ആ പൈസയും മേടിച്ചിട്ട് പോണ മക്കളെ സ്വഭാവം പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന, പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന ഒരുത്തനും കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. എനിക്ക് ഇന്ന് മതി. ഇന്ന് നാളെ രാവിലെ എന്നെ നേരം വെളുക്കുമ്പോ എന്നെ ഇവിടെ തീർത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഞാൻ ആസ്വദിച്ച് ജീവിച്ച ആളാണ്. പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ 8 മിനിറ്റ് അധികമായി, മനസ്സിലല്ലേ? അപ്പൊ നമ്മളുടെ സഹജജ്ഞാന തലത്തെ കുറിച്ച് ഒന്ന് ആ നോട്ട് 10ാം ബാച്ചുകാർ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ 2 കോസ്മിക് തത്വങ്ങളിലെ 2 തത്വങ്ങൾ തന്നിട്ടുണ്ട്. എന്നെങ്കിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് മാക്സിമം സത്യസന്ധമായി ഞാൻ ക്ലാസ് തരും. ആരും റീഫണ്ട് ചോദിച്ച് വരരുത്. ഇന്ന് റീഫണ്ട് ഇല്ല, ഇനിയില്ല. അയ്യോ. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? മൈൻഡിൽ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു എന്ന് പറഞ്ഞു അതിന് തന്നെ ഒരു 2 ലക്ഷം രൂപ. ഓക്കെ. ഞാൻ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചിലപ്പോ അങ്ങ് അഹങ്കരിച്ചു പോയാലോ എന്ന് ചെറിയ പേടിയുണ്ട്. മനുഷ്യനല്ലേ? പിന്നെ തട്ടുകടയിൽ നിന്ന് ദോശ കഴിച്ച ഞാൻ ഇതുപോലെ കൂടിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുമ്പോ ചെറിയൊരു അഹങ്കാരമൊക്കെ പറഞ്ഞ പോലെ എനിക്കിപ്പോ തോന്നുന്നു. എന്താ വാഗു സാർ എന്താ പറഞ്ഞേ? ജീവിതത്തിന്റെ ഓരോ മേഖലയിലെ ഉയർച്ചയിലേക്ക് വരുമ്പോ ആ ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതേ ലെവലിൽ ആ മെന്റാലിറ്റി ഉറപ്പായിട്ടും
ഉറപ്പായിട്ടും അല്ല അതാണ് ഞാനതിപ്പോ ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ അതിനുവേണ്ടി സഞ്ചരിക്കുന്നു, ഇപ്പൊ യാത്ര ചെയ്യാണ്. കാരണം എന്താ എനിക്ക് സീരിയസ്ലി ഇപ്പൊ കാരണം എന്റെ എന്റെ ഫാമിലിയാണ് എന്റെ ഗ്രൂപ്പ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊന്നും എന്റെ ക്യാരക്ടർ വേറെ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കൂ, ഇങ്ങനെ പോകൂ. അപ്പൊ ഞാൻ തുറന്നു പറയാം, ഞാൻ പുറത്തിറങ്ങി അല്ലെങ്കിൽ പുറത്ത് ഒരുവിധം എന്താണ് ഹൈ ലെവലുള്ള ആൾക്കാരെ ബോഡി ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു മെന്റർ പറഞ്ഞിട്ടുണ്ട്, സുഭാഷേ നീ 5 രൂപയുടെ ചായ കുടിക്കുന്ന നിർത്തിയിട്ട് 10 ദിവസം നീ ചായ കുടിക്കാതിരുന്നിട്ട് എന്ത് ചെയ്യണം, നീ 50 രൂപയുടെ ചായ എന്ത് ചെയ്യണം, കുടിക്കുക. മനസ്സിലായി? അപ്പോൾ ആ ചായ കുടിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ബോഡി ലാംഗ്വേജും മനസ്സിലായില്ലേ, ഇതെല്ലാം നിനക്ക് മനസ്സിലാവും, അവരുടെ ഡീലിങ് മനസ്സിലാവും. ഈ സിറ്റുവേഷൻ ചെയ്യും. നീ 100 ദിവസം ചായ കുടിക്കാതിരിക്കുക, എന്നിട്ട് 500 രൂപയുടെ ചായ അടുത്ത വേറെ സ്ഥലത്ത് പോയി കുടിക്കുക. 100 ദിവസം കുടിക്കണ്ടെന്ന് വിചാരിക്കുക 5 രൂപയുടെ. അത് ഞാൻ പറഞ്ഞ ആ സാധനമൊക്കെ എൻ്റെ ഒരുപാട് മെന്റർമാര് എനിക്ക് ഒരുപാട് വഴി പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സന്തോഷം, സ്നേഹം സ്നേഹം സ്നേഹം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. പറയൂ സാറേ. ഈ സഹജാവബോധം എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തൂടെ ഉള്ള കണക്ഷൻ ഞാൻ പറഞ്ഞില്ലേ. അതായത് ഞാൻ വേറൊരു വാക്കുണ്ട്, എന്താ പറയും, അതായത് നമ്മൾ പറയും, ജസ്റ്റ് കേട്ടോ, ചോദ്യം നല്ലായി. എന്താണെന്ന് വെച്ചാല് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, മനസ്സിലല്ലേ, അബോധ മനസ്സ്. പക്ഷെ അപബോധം എന്ന് പറയണത് ഒരു മനസ്സല്ല. അത് ഇതിനകത്ത്, അതായത് ഈ ആദ്യം പറയാം, അതായത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോസ്മിക് തലം വരെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് അവബോധം എന്ന് പറയുന്നത്. പിടികിട്ടിയ? അതിനാണ് അവബോധം. ആ അവബോധം എന്ന് പറയുന്നത് കോൺഷ്യസ് ബോധതലം തൊട്ട് പ്രപഞ്ച തലം വരെ ഈ ഇതിനകത്തൂടെ സഞ്ചരിക്കുന്നതിനാണ് അവബോധം എന്ന് പറയുന്നത്. അത് മനസ്സല്ല, അത് ഇതിനകത്തൂടെ സഞ്ചരിക്കുന്ന ഒരു ബോധതലമാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, ചില ജീവികളൊക്കെ കാണിക്കുന്നത്, മുട്ടയിടുന്നത്, അതുപോലെ കൂട് കെട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ ജീവികളൊക്കെ, പക്ഷികളൊക്കെ കൂട് കെട്ടുന്നത്, മുട്ടയിടുന്നത്, അവർക്ക് ഓൾറെഡി അറിയാം. അത് ഈ സാർ പറഞ്ഞ സ്ഥലമാണ്, ഈ അവസ്ഥയാണ്. ആണ് അല്ല, അത് നമ്മൾ മറ്റു ജീവികളെ നോക്കണ്ട, അവര് വേറെ ലെവലാ. അവർക്ക് ഇൻഡ്യൂഷനൊക്കെ ഓൾറെഡി കൃത്യമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്ക് കോൺഷ്യസ് ഇല്ലല്ലോ, കോൺഷ്യസ് വളരെ കുറവാണ്. അവർക്ക് സബ് കോൺഷ്യസ് മാത്രമേ ഉള്ളൂ. അവരുടെ ബ്രെയിനില് ലിംബിക് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതായത് ഒരു പൂച്ച ആരെയും കാണാതെ, അതായത് എന്റെ വീട്ടിൽ ഒരു പൂച്ചനെ ഞാൻ കൊണ്ടുവരികയാണ്, ഞാൻ വേറെ ഒരു പൂച്ചനെയും കാണിച്ചില്ല, വേറെ ഒരു പൂച്ചയായിട്ട് ഒരു ബന്ധവുമില്ല, കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ പൂച്ചയെ വളർത്തി, ആ പൂച്ച എന്ത് ചെയ്തു, വലുതായി. അതാ വരണ അപ്പുറത്തുനിന്ന് മറ്റൊരു ഞാൻ കൊണ്ടുവന്ന പെമ്പൂച്ചയാണ്, മറ്റൊരു ആമ്പൂച്ച. അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ തോന്നി, അവർ ബന്ധപ്പെട്ടു. ആമ്പൂച്ചയുടെ വഴിക്ക് പോവുകയും ചെയ്തു. മനസ്സിലായോ? ആ പെമ്പൂച്ച ഇന്ന് വരെ വേറൊരു പൂച്ച കണ്ടില്ല, ആകെ കണ്ടിട്ടുള്ള ഒരു ആമ്പൂച്ചയാണ്. ആ ആമ്പൂച്ച ചതിച്ചിട്ട് പോവുകയും ചെയ്തത്. മനസ്സിലായില്ലേ? പറഞ്ഞേക്കെ. എന്നിട്ട് ആ പെമ്പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എവിടെ പിടിക്കണമെന്ന് അവർക്ക് പ്രത്യേകിച്ച് പോയി വേറെ അവിടെ ഒന്നും പഠിക്കാനും വേണ്ട. എവിടെ എടുക്കണം, എങ്ങനെ പാൽ കൊടുക്കണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് സബ് കോൺഷ്യസ്ലി കണക്റ്റഡ് ആണ്. അതിന് വേറെ തിയറി ഒന്നും വേണ്ട.
വേറെ ഒരു പൂജ്യമല്ല. നമ്മളാണെങ്കിലാ നമ്മളെ സിസ്റ്റർമാർ അല്ലെങ്കിൽ നമ്മളെ വൈഫാണെങ്കിലാ അത് അമ്മ ഇങ്ങനെ പാല് കൊടുക്കണം, ഇങ്ങനെ പിടിക്കണം, അങ്ങനെ പിടിക്കണം എന്ന് അമ്മയും മറ്റ് സ്ത്രീ സമൂഹങ്ങളും പറഞ്ഞും കൊടുക്കണം. അല്ലെങ്കിൽ മുന്നേ കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പാല് കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ ആട്ടേണ്ടത്, തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ആട്ടണം എന്നൊക്കെ നമുക്ക് സ്റ്റഡി ഉണ്ട്. പക്ഷെ അവർക്ക് ആ സ്റ്റഡി ഇല്ല, അവർ കണ്ടിട്ടേ ഇല്ല. എന്നാലും അത് സബ് കോൺഷ്യസ് മൈൻഡ് അവർക്ക് അതില് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആരും ബേജാറാവണ്ട. അവരെ ദ്രോഹിക്കാതിരുന്നാൽ മാത്രം മതി. അനാവശ്യമായിട്ട് അവര് സബ് കോൺഷ്യസ് ആയിട്ട് കണക്ട് ആണ്. കേട്ടില്ല? ഉണ്ട്. ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ മറ്റു മൃഗത്തിന്റെ കാര്യം പറയണം, അതേ സാധനം നമുക്കും ഉണ്ടെന്ന് പറയണം. അല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, വളരെ അപൂർവം ജീവികൾക്ക് മാത്രമേ പിതൃക്കളായിട്ടുള്ള, അത് മീൻസ് ടീച്ചറങ്ങ് അപ്പുറത്താണ്ട പോയി. ഓക്കെ. അല്ല നമ്മൾ ക്ലാസ് തീർത്തുന്നില്ലേ, എനിക്കിത് പോയി കിടന്ന് ഉറങ്ങൊക്കെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കും കേട്ടോ രാത്രി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗ്രൂപ്പിന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണേ.